സമുദ്രയാത്ര നടത്തിയത്, വധശിക്ഷ നിർത്തലാക്കിയത്, പ്രായപൂർത്തി വോട്ടവകാശമൊക്കെ നടത്തിയ തിരുവിതാംകൂർ രാജാവാരാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രദീപ് മുഖത്തല. പരീക്ഷയ്ക്ക് അടുത്തു അല്ലെ? ജൂൺ 20-ാം തീയതി പോലീസ് പരീക്ഷയ്ക്ക് പോകുന്ന എല്ലാവർക്കും ആശംസകൾ നേരുകയാണ്. ഒരുവിധം എളുപ്പമായിരിക്കും എന്നൊരു വിശ്വാസമുണ്ട്. ഒരുവിധം എന്ന് പറഞ്ഞാൽ വലിയ സ്റ്റാൻഡേർഡ് ചോദ്യങ്ങളും വരും. എന്നാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് എഴുതാവും കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ അതിൽ കാണും. അറിയാവുന്നത് വെച്ച് ഓപ്ഷനിൽ നിന്ന് കട്ട് ചെയ്ത് എഴുതാൻ നോക്ക് കേട്ടോ. ബേസ് കാര്യങ്ങളെല്ലാം പഠിക്കുക. സ്പെഷ്യൽ ടോപ്പിക് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഇത് എല്ലാ ദിവസവും ഒന്ന് കവർ ചെയ്യണേ. സ്പെഷ്യൽ ടോപ്പിക്കും ഇംഗ്ലീഷ്, മാത്സ്, മലയാളം എല്ലാ ദിവസവും പഠിക്കാൻ ശ്രമിക്കും. പിന്നെ ഭരണഘടനയ്ക്ക് ഒരു ഇച്ചിരി ഇമ്പോർട്ടന്റ് കൊടുക്കുക. പിന്നെ ഹിസ്റ്ററിയും ജോഗ്രഫിയും എക്കണോമിക്സും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട പഠിച്ചോണ്ടു എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററിയിൽ എടുക്കുമ്പോൾ ലോഹമഹായുധങ്ങളെ കുറിച്ചൊന്ന് പഠിക്കണം. അതുപോലെ ലോക സംഘടനയൊന്ന് പഠിച്ചു നോക്കുക. അതുപോലെ നമ്മുടെ ഇന്ത്യ ചരിത്രം എടുക്കുമ്പോൾ 1857 റിവോൾട്ടും അല്ലാതെ നമ്മുടെ യൂറോപ്യന്മാരുടെ സംഭാവന, പിന്നെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ വർഷങ്ങൾ, കാലഗണനക്രമം ചോദിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ ജോഗ്രഫി എടുക്കുമ്പോൾ ഇന്ത്യയുടെ ഭൂപ്രകൃതി ഒന്ന് പഠിക്കുക. സെലക്ട് ചെയ്ത് പഠിക്കത്തില്ലേ, അന്തരീക്ഷ പാളികൾ, മേഘങ്ങൾ, കാറ്റുകൾ, ഇങ്ങനെയൊക്കെ പറയുന്ന സെലക്ട് ചെയ്ത പോർഷൻസ് ബാക്കിയുള്ള വിഷയങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുക. മാക്സിമം വായിക്കാൻ പറ്റും. ഇനി പുതിയതായിട്ടൊന്നും പഠിക്കാൻ നിൽക്കേണ്ട. പഠിച്ച ടോപ്പുകൾ റിവിഷനുകൾ നടത്തുക. റിവിഷൻ നടത്തുമ്പോൾ മാക്സിമം ഏത് ഭാഗമാണ് നിങ്ങൾക്ക് ഡൗട്ട് വരുന്നതെന്ന് നോക്കാൻ പറ്റും കേട്ടോ. മലയാളം ഒത്തിരി പഠിക്കുന്നത് പലതും ഇരുന്ന് വായിക്കുന്നത്, അതായത് ചേർത്തെഴുതുക, പിരിച്ചെഴുതുക, അതുപോലെ ശൈലികളുടെ അർത്ഥം എഴുതുക. ഇത് മാക്സിമം പറ്റുന്നത് ഒരു 2021 മുതൽ 25 വരെ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറുകൾ കളക്ഷൻ ഉണ്ടെങ്കിലോ അതിന്റെ എക്സ്പ്ലനേഷൻ കളക്ഷൻ ഉണ്ടെങ്കിലോ അത് പഠിച്ചാലും മതി. നിങ്ങൾക്ക് അത്രമാത്രം സെറ്റ് ആവും കേട്ടോ. എന്നാലും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം നോക്കരുത്. കയ്യിൽ സാറുമാരുടെ നോട്ടുകൾ ഉണ്ടെങ്കിൽ അതും ഒന്നിട്ട് റിവിഷൻ നടത്തണം. ഇംഗ്ലീഷ് അതുപോലെ എ ആൻഡ് ദ എന്നൊരു ചോദ്യം വരും, ചിലപ്പോൾ ഒരു പ്രപ്പോസിഷൻ വരാം. അതൊക്കെ ഒന്ന് മാക്സിമം നോക്കുക. ഞാൻ കൂടെ ഒന്ന് പറഞ്ഞു തരാം. ഇംഗ്ലീഷും ഒക്കെ വേണമെങ്കിൽ ഒന്ന് പറഞ്ഞു തരാം, ഒന്ന് റിവിഷൻ പോലെ. അതിനു മുമ്പ് നമുക്ക് ഇന്നത്തെ റിവിഷൻ ക്ലാസ് തുടങ്ങാം. ഞാൻ കാര്യം പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. മിന്നൽ റിവിഷൻ നോക്കട്ടെ. ഇന്ന് മിന്നൽ റിവിഷൻ ആണ്. ഒരു 5 ചോദ്യങ്ങളെ എഴുതിയിട്ടുള്ളൂ. അതുമായി കണക്ട് ചെയ്ത് ഒത്തിരി കാര്യങ്ങൾ ഞാനൊന്ന് പറയാൻ ശ്രമിക്കാം. ഒന്നാമത്തെ നോക്കേ. ഒന്നാമത്തത്, താഴെ പറയുന്ന നവോത്ഥാന നായകർ അവരുടെ ജന്മസ്ഥലങ്ങളിൽ തെറ്റായത് ഏതെന്ന്. ഒന്ന്, സഹോദരൻ അയ്യപ്പൻ ചേറായി. ശരിയാണോ? ആണ്. എറണാകുളം ജില്ലയിലെ ചേറായിയാണ് സഹോദരൻ അയ്യപ്പൻ സ്മാരകം. അയ്യങ്കാളി ജനിച്ചത് എവിടെയാണ്? അയ്യങ്കാളി ജനിച്ചത് വെങ്ങാനൂര്. അപ്പൊ സഹോദരൻ അയ്യപ്പൻ ജനിച്ചത് എറണാകുളം ചേറായി, അയ്യങ്കാളി ജനിച്ചത് തിരുവനന്തപുരം വെങ്ങാനൂർ. പൊയ്കയിൽ യോഹന്നാൻ ജനിച്ചത് ശരിയാണ്. ചേരാനല്ലൂരല്ല, തെറ്റിപ്പോയി. പൊയ്കയിൽ യോഹന്നാൻ ജനിച്ചതല്ല, പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ചതാണ് എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂർ എന്ന് പറയുന്നത്. പൊയ്കയിൽ യോഹന്നാൻ ജനിച്ചത് എവിടെ? പത്തനംതിട്ട ജില്ലയിലെ ഇരവിപ്പേരൂരാണ് പൊയ്കയിൽ യോഹന്നാൻ ജനിച്ചത്. ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് എവിടെയാണ്? കണ്ണമ്മൂല എന്ന് പറയുന്ന തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂരിലെ കണ്ണമ്മൂല എന്ന് പറയുന്നത്. അപ്പം അവിടെ തെറ്റേതാണ്. പൊയ്കയിൽ യോഹന്നാൻ എവിടെ ജനിച്ചത്? അത് പത്തനംതിട്ട ജില്ലയിലെ ഇരവിപ്പേരൂർ. ഇവരുടെ സംഘടനകളും ആസ്ഥാനവും വർഷവും എന്ന് പറഞ്ഞിടെ. സംഘടനകൾ വർഷം നമുക്ക് നോക്കാം. ഒന്ന്, സമത്വ സമാജം ഏത് വർഷമാണ്? 1836 സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികൾ. അപ്പൊ സമത്വ സമാജം 1836 വൈകുണ്ഠ സ്വാമികൾ. SNDP ആരുടെയാ? SNDP 1903 ശ്രീനാരായണ ഗുരു. സാധുജന പരിപാലന സംഘം 1907 അയ്യങ്കാളി. സാധുജന പരിപാലന സംഘം 1907 അയ്യങ്കാളി. അരേ സമാജം 1907 അത് പണ്ഡിറ്റ് കറുപ്പൻ. അരേ സമാജം 1907 പണ്ഡിറ്റ് കറുപ്പനാണ്. അതുപോലെ ചോദിക്കാൻ പറ്റിയതാണ് യോഗക്ഷേമ സഭ 1908 VT ഭട്ടതിരിപ്പാട്. യോഗക്ഷേമ സഭ 1908 VT ഭട്ടതിരിപ്പാട്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ 1909 പൊയ്കയിൽ യോഹന്നാൻ. കല്യാണദായിനി സഭ 1912 പണ്ഡിറ്റ് കറുപ്പനാണ്. കല്യാണദായിനി സഭ 1912 പണ്ഡിറ്റ് കറുപ്പൻ. NSS 1914 മന്നത്ത് പത്മനാഭൻ. NSS 14 മന്നത്ത് പത്മനാഭൻ. സഹോദരൻ അയ്യപ്പന് 3 പ്രസ്ഥാനമില്ലേ? സഹോദര സംഘം, മിശ്രഭോജനം, വിദ്യാപോഷിണി സഭ. സഹോദര സംഘം, മിശ്രഭോജനം, വിദ്യാപോഷിണി സഭ 1917 സഹോദരൻ അയ്യപ്പനാണ്. വാഗ്ഭടാനന്ദന്റെ ആത്മവിദ്യാസംഘം വന്നതും 17 വാഗ്ഭടാനന്ദന്റെ ആത്മവിദ്യാസംഘം വന്നതും 1917 ആനന്ദ മഹാസഭ 1918 ബ്രഹ്മാനന്ദ ശിവയോഗി. ആനന്ദ
ആനന്ദ മഹാസഭ 1918 ബ്രഹ്മാനന്ദ ശിവയോഗി. ജാതി നാശിനി സഭ 1933 ആനന്ദ തീർത്ഥനാണ്. ജാതി നാശിനി സഭ 1933 ആനന്ദ തീർത്ഥനാണ്. ഇത്രയും ഓർത്തു വെച്ചാൽ പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇനി വൈകുണ്ഠസ്വാമി അല്ലി നവോത്ഥാനത്തിന്റെ വഴികാട്ടി എന്നറിയപ്പെടുന്നത്, നവോത്ഥാനത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത് ആരാ? കുറുമ്പൻ ദൈവത്താൻ. നവോത്ഥാനത്തിന്റെ സൂര്യ തേജസ് ആരാണ്? കുറുമ്പൻ ദൈവത്താൻ. അതുപോലെ കേരളത്തിൽ ബ്രഹ്മസമാജത്തിന്റെ ശാഖ തുറന്നതുകൊണ്ട് കേരള രാജാറാം മോഹൻ റോയ് എന്ന് വിളിക്കുന്നത് ആരെയാണ്? കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്ന് രവീന്ദ്രനാഥ ടാഗോർ വിളിച്ചത് അയ്യത്താൻ ഗോപാലനെയാണ്. അപ്പൊ കേരള രാജാറാം മോഹൻ റോയ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? അയ്യത്താൻ ഗോപാലൻ. കേരളത്തിൽ ബ്രഹ്മസമാജത്തിന്റെ ശാഖ തുറന്ന ജില്ല കോഴിക്കോടാണ്. കേരളത്തിൽ ബ്രഹ്മസമാജത്തിന്റെ ശാഖ തുറന്നത് കോഴിക്കോടും കേരളത്തിൽ ആര്യ സമാജത്തിന്റെ ശാഖ തുറന്നത് പാലക്കാടുമാണ്. ആര്യ സമാജത്തിന്റെ ശാഖ തുറന്നത് എവിടെയാണ്? പാലക്കാടുമാണ്. അപ്പൊ സഹോദരൻ അയ്യപ്പന്റെ ജന്മസ്ഥലം എവിടെയാണ്? എറണാകുളം ചേറായി. സ്മാരകം എവിടെയെന്ന് ചോദിച്ചാലും എറണാകുളം ചേറായി. ഇദ്ദേഹത്തിന്റെ മാസികയാണ് വേലക്കാരൻ. വേലക്കാരൻ എന്ന മാസിക സഹോദരൻ അയ്യപ്പന്റെയാണ്. അതുപോലെ യജമാനൻ എന്ന മാസിക ആരുടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ വാഗ്ഭടാനന്ദന്റെ പറയണം. അപ്പൊ വേലക്കാരൻ എന്ന മാസിക സഹോദരൻ അയ്യപ്പന്റെയും യജമാനൻ എന്ന മാസിക ആരുടെയാണ്? വാഗ്ഭടാനന്ദന്റെയാണ്. കർമ്മത്താൽ ചണ്ടാലൻ കർമ്മത്താൽ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞത് സഹോദരൻ അയ്യപ്പനാണ്. കർമ്മത്താൽ ചണ്ടാലൻ കർമ്മത്താൽ ബ്രാഹ്മണൻ ആരുടെ വാചകമാണ്? സഹോദരൻ അയ്യപ്പൻ. സ്വതന്ത്രമായി ചിന്തിക്കുക, ധീരമായി പോരാടുക, ഇതാരുടെയാണ്? അതും സഹോദരൻ അയ്യപ്പന്റെയാണ്. സ്വതന്ത്രമായി ചിന്തിക്കുക, ധീരമായി പോരാടുക. കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിന്റെ പിതാവും നമ്മുടെ സഹോദരൻ അയ്യപ്പനാണ്. ആധുനിക പ്രസംഗ സമ്പ്രദായത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത് ആരെയാണ്? സഹോദരൻ അയ്യപ്പന്റെയാണ്. സഹോദരൻ അയ്യപ്പനാണ് മാവേലി നാടുവാൺ ഇടുംകാലം എന്ന കവിത രചിച്ചത് ആര് എന്ന് ചോദിച്ചാലും നമ്മൾ പറയേണ്ടത് സഹോദരൻ അയ്യപ്പനാണ്. സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്. ഇനി നമുക്ക് വൈകുണ്ഠ സ്വാമികളെ കുറിച്ച് നോക്കാം. നാഗർകോവിലെ സാമിത്തോപ്പിലാണ് ഇദ്ദേഹം ജനിച്ചത്. ഇദ്ദേഹത്തിന്റെ രണ്ട് പ്രധാന കൃതി അഖിലത്തിരിട്ട് അമ്മാനെ അരുൾനൂൽ. അഖിലത്തിരിട്ട് അമ്മാനെ അരുൾനൂൽ ഇദ്ദേഹത്തിന്റെ കൃതികളാണ്. മുന്തിരി കിണർ സ്ഥാപിച്ചതും അതുപോലെ നിഴൽ താങ്കൽ ആരാധനാലയം സ്ഥാപിച്ചതും അതുപോലെ സമബന്ധി ഭോജനം നടത്തിയതും ഒക്കെ ആരാണ്? നമ്മുടെ വൈകുണ്ഠ സ്വാമികളാണ്. വൈകുണ്ഠ സ്വാമികൾ രണ്ട് കൃതികൾ ഏതൊക്കെയാണ്? അഖിലത്തിരിട്ട് അമ്മാനെ അരുൾനൂൽ. അവർണരുമൊത്ത് നമ്മുടെ ജാഥ നയിച്ചത് ആരാണ്? രഥത്തിന്റെ തേര് വലിച്ചത്, അവർണരുമൊത്ത് രഥത്തിന്റെ തേര് വലിച്ചതും വൈകുണ്ഠ സ്വാമികൾ. ചാനാർലകളെ പിന്തുണച്ച നവോത്ഥാന നായകന്മാരാണ് വൈകുണ്ഠ സ്വാമികൾ. ഏത് വർഷമാണ് ചാനാർലകള? 1859 ചാനാർലകളെ. ഏത് വർഷമാണ്? 1859. ഈ ചാനാർലകളെ തുടർന്ന് തിരുവിതാംകൂറിലെ സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള അനുവാദം കൊടുത്ത തിരുവിതാംകൂർ രാജാവല്ലി ഉത്രം തിരുനാൾ. അപ്പൊ തിരുവിതാംകൂറിലെ സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള അനുവാദം കൊടുത്തത് ആരാണ്? ഉത്രം തിരുനാൾ. ഏത് വർഷമാണ് ചാനാർലകള? 1859. 1865 എന്താണ് നമ്മൾ പഠിക്കുന്നത്? 1865 തിരുവിതാംകൂറിൽ കർഷകരുടെ മാഗ്നാ കാർട്ട എന്നറിയപ്പെടുന്ന പണ്ടാരപ്പാട്ട വിളംബരം ഏത് വർഷം? അപ്പൊ പണ്ടാരപ്പാട്ട വിളംബരം ഏത് വർഷമാണ്? 1865 ആയില്യം തിരുനാളാണ് പ്രഖ്യാപിച്ചത്. അപ്പൊ പണ്ടാരപ്പാട്ട വിളംബരം പ്രഖ്യാപിച്ച രാജാവാര? ആയില്യം തിരുനാൾ 1865. 69 കേരള സെക്രട്ടേറിയറ്റ് മന്ദിരം പണികഴിപ്പിക്കുന്നതും ആയില്യം തിരുനാളിന്റെ കാലത്താണ്. കേരള സെക്രട്ടേറിയറ്റ് മന്ദിരം ഏത് വർഷമാണ്? 1869. ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് തിരുവിതാംകൂറിൽ അടിമത്തം നിർത്തലാക്കിയ ഭരണാധികാരി ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. തിരുവിതാംകൂറിൽ അടിമത്തം നിർത്തലാക്കിയ ഭരണാധികാരി ഗൗരി ലക്ഷ്മി ഫായി ആണ്. ഗൗരി ലക്ഷ്മി ഫായി. അതുപോലെ പ്രാഥമിക വിദ്യാഭ്യാസം ഗവൺമെന്റിന്റെ കടമയാണെന്ന് പ്രഖ്യാപിച്ച ഭരണാധികാരി ഗൗരി പാർവതി ഫായി ആണ്. അപ്പൊ ഗൗരി ലക്ഷ്മി ഫായി ആണ് തിരുവിതാംകൂറിൽ അടിമത്തം നിർത്തലാക്കിയ ഭരണാധികാരി. ഇനി ചിലപ്പം തിരിഞ്ഞു ചോദിക്കും, തിരുവിതാംകൂറിൽ അടിമത്തം നിർത്തലാക്കിയ ദിവാൻ ആര് എന്ന് ചോദിച്ചാൽ കേണൽ മൺട്രോ എഴുതാവും. തിരുവിതാംകൂറിൽ അടിമത്തം നിർത്തലാക്കിയ ദിവാൻ ആരാണ്? കേണൽ മൺട്രോ. അടിമത്തം നിർത്തലാക്കിയ ഭരണാധികാരി ഗൗരി ലക്ഷ്മി ഫായി. അപ്പൊ വിദ്യാഭ്യാസം ഗവൺമെന്റിന്റെ കടമയാണെന്ന് പ്രഖ്യാപിച്ചതാരാ? അത് ഗൗരി പാർവതി ഫായി ആണ്. സേതു ലക്ഷ്മി ഫായി എന്താ ചോദ്യം? സേതു ലക്ഷ്മി ഫായി ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി, ക്ഷേത്രങ്ങളിൽ മൃഗബലിയൊക്കെ നിർത്തലാക്കിയതാരാ? അത് സേതു ലക്ഷ്മി ഫായി. നമ്മുടെ വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ ആരെന്ന് ചോദിച്ചാലും സേതു ലക്ഷ്മി ഫായി ആണ് നമ്മൾ പറയേണ്ടത്. ഓക്കെ.
അതുപോലെ ഈ തിരുവിതാംകൂറിൽ ചോരയുടെയും ഇരുമ്പിന്റെയും നയം കൊണ്ടുവന്നത് മാർത്താണ്ഡവർമ്മയല്ലേ. മാർത്താണ്ഡവർമ്മയുടെ മൊത്തപ്പേരെന്താ? അനിഴം തിരുനാൾ. അനിഴം തിരുനാൾ ഇദ്ദേഹമാണ് മുറജപം ഭദ്രദീപം ഒക്കെ കൊണ്ടുവന്നത് മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മയുടെ ബജറ്റ് സമ്പ്രദായമാണ് പതിവ് കണക്ക് എന്ന് വിളിക്കുന്നത്. ബജറ്റ് സമ്പ്രദായം, പതിവ് കണക്ക്. അവരുടെ കിരീടധാരണ ചടങ്ങാണ് ഹിരണ്യഗർഭം. ഹിരണ്യഗർഭം എന്ന് പറയുന്നത് അവരുടെ കിരീടധാരണ ചടങ്ങ്. മാർത്താണ്ഡവർമ്മ അധികാരത്തിലേറിയത് 1729 അധികാരത്തിലേറുന്നത്. അദ്ദേഹം ഡച്ചുകാരെ പുറത്താക്കിയ യുദ്ധം 1741 ഡച്ചുകാരെ പുറത്താക്കിയത് 1741 ഓഗസ്റ്റ് 10 അദ്ദേഹത്തിന്റെ തൃപ്പടിദാനം ഏത് വർഷം എന്ന് ചോദിച്ചാൽ 1750 ജനുവരി 3 തൃപ്പടിദാനം ഏത് വർഷമാണ്? 1750 ജനുവരി 3. അപ്പൊ മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മയ്ക്ക് പരീക്ഷയ്ക്ക് ഒത്തിരി ചോദിക്കാം. അതുപോലെ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച തിരുവിതാംകൂർ രാജാവ് അടുത്ത ആളാണ്, ധർമ്മരാജ അഥവാ കാർത്തിക തിരുനാൾ. ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചത് ധർമ്മരാജയും ഏറ്റവും കുറച്ചു കാലം ഭരിച്ച തിരുവിതാംകൂർ രാജാവ് ഗൗരി ലക്ഷ്മി ഭായിയാണ്. ഗൗരി ലക്ഷ്മി ഭായിയാണ്. വേലുത്തമ്പി ദളവ ഏത് രാജാവിന്റെ കാലത്താ? അവിട്ടം തിരുനാളിന്റെ കാലത്ത്. വേലുത്തമ്പി ദളവ ഏത് രാജാവിന്റെ കാലത്ത്? അവിട്ടം തിരുനാളിന്റെ കാലത്താണ് വേലുത്തമ്പി ദളവ ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ചോദിക്കാൻ പറ്റിയതാണ് ഈ ദിവാൻ എന്ന പദവി സ്വീകരിച്ച ആദ്യ തിരുവിതാംകൂർ രാജാവ്. ദിവാൻ എന്ന പദവി സ്വീകരിച്ച ആദ്യ തിരുവിതാംകൂർ രാജാവ് രാജാ കേശവദാസ് ആണ്. രാജാ കേശവദാസ് ആണ്. അതുപോലെ നിങ്ങൾക്ക് ചോദിക്കാം ഈ ചാലക്കമ്പോളം ഒക്കെ, അതുപോലെ ബാലരാമപുരം പട്ടണം, ഇതൊക്കെ പണികഴിപ്പിച്ചത് ഉമ്മിണിത്തമ്പി എന്ന ദിവാനാണ്. ചാലക്കമ്പോളം, ബാലരാമപുരം പട്ടണം ഒക്കെ പണികഴിപ്പിച്ചത് ആരാണ്? ഉമ്മിണിത്തമ്പി. പക്ഷെ ആലപ്പുഴ തുറമുഖം അല്ലെങ്കിൽ ആലപ്പുഴ പട്ടണത്തിന്റെ ശില്പി രാജാ കേശവദാസ് തന്നെ പറയണം. ചിത്തിര തിരുനാളിന് ഒത്തിരി നല്ല ചോദ്യം ഉണ്ട്. സമുദ്രയാത്ര നടത്തിയ ആദ്യ തിരുവിതാംകൂർ രാജാവ്, സമുദ്രയാത്ര നടത്തിയ ആദ്യ തിരുവിതാംകൂർ രാജാവ്, വധശിക്ഷ നിർത്തലാക്കിയ ആദ്യ തിരുവിതാംകൂർ രാജാവ്, പ്രായപൂർത്തി വോട്ടവകാശം നടപ്പിലാക്കിയ ആദ്യ തിരുവിതാംകൂർ രാജാവ്. സമുദ്രയാത്ര നടത്തിയത്, വധശിക്ഷ നിർത്തലാക്കിയത്, പ്രായപൂർത്തി വോട്ടവകാശമൊക്കെ നടത്തിയ തിരുവിതാംകൂർ രാജാവാരാണ്? അത് ചിത്തിര തിരുനാൾ. ചിത്തിര തിരുനാളിന്റെ കാലത്ത് ആദ്യത്തെ വന്യജീവി സങ്കേത കേന്ദ്രം വരുന്നത് 34 കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേത കേന്ദ്രം നെല്ലിക്കാമ്പട്ടി സാങ്ച്വറി, അത് 34 പിന്നെയുണ്ട് 1940 കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ വരുന്നതും ചിത്തിര തിരുനാളിന്റെ കാലത്താണ്. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസൽ. ഏത് വർഷമാണ്? 1940 ചിത്തിര തിരുനാളിന്റെ കാലത്ത്. അതുപോലെ തിരുവനന്തപുരത്ത് റേഡിയോ നിലയം 1943 കൊണ്ടുവരുന്നതും ചിത്തിര തിരുനാളിന്റെ കാലത്ത്. അതുപോലെ 1937 തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചതും ചിത്തിര തിരുനാളിന്റെ കാലത്ത്. മറന്നുപോരുതേ. അപ്പൊ തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി ഏത് വർഷമാണ്? 1937 ചിത്തിര തിരുനാളിന്റെ കാലത്ത്. തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ ചാൻസലർ ചിത്തിര തിരുനാളും ആദ്യ വൈസ് ചാൻസലർ സർ CP രാമസ്വാമി അയ്യരാണ്. തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ വൈസ് ചാൻസലർ ആരാണ്? സർ CP രാമസ്വാമി അയ്യരാണ്. അയ്യങ്കാളി ജനിച്ചത് വെങ്ങാനൂരല്ലേ? ആണ്. അയ്യങ്കാളി അല്ലയുടെ പുലേരാജ എന്ന് ഗാന്ധിജി വിളിച്ചത്. അയ്യങ്കാളിയെ മഹാനായ പുത്രൻ എന്ന് ഇന്ദിരാഗാന്ധി അല്ലേ വിളിച്ചത്. അയ്യങ്കാളിയെ ഇന്ത്യയുടെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് വിളിച്ചത് നമ്മുടെ EK നായനാരാണ് അല്ലെ. അയ്യങ്കാളിയുടെ വില്ലുവണ്ടി യാത്രയുടെ വർഷം ഓർമ്മയുണ്ടോ? അയ്യങ്കാളി നടത്തിയ വില്ലുവണ്ടി യാത്ര 1893 1893. അതുപോലെ അദ്ദേഹത്തിന്റെ ഊരട്ടമ്പലം ലഹള അഥവാ 90-ാം ആണ്ട് ലഹള 1915 ആ 15 പെരിനാട് ലഹളയും നടന്നത്. 1915 നടന്നത് ഏതാണ്? പെരിനാട് ലഹള അഥവാ കല്ലുമാല സമരവും അയ്യങ്കാളിയുടെ 1915 ഓർത്തു വെച്ചിരിക്കണേ. അതുപോലെ പൊയ്കയിൽ യോഹന്നാൻ അല്ലിയുടെ 1-ാം ലോക മഹായുദ്ധത്തെ തുടർന്ന് യുദ്ധവിരുദ്ധ ജാഥ നയിച്ചതാരാ? പൊയ്കയിൽ യോഹന്നാൻ. മറ്റൊരു പേര് പറ. കുമാരഗുരുദേവൻ. പൊയ്കയിൽ യോഹന്നാന്റെ മറ്റൊരു പേര് എന്താണ്? കുമാരഗുരുദേവൻ. ഇദ്ദേഹത്തിന്റെ സംഘടനയാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. നമ്മുടെ VT ഭട്ടതിരിപ്പാട് യാചനാ യാത്ര ഏത് വർഷമാണ് നടത്തിയത്? 1931 യാചനാ യാത്ര നടത്തിയത്. അത് VT ഭട്ടതിരിപ്പാടാണ് നടത്തിയത്. പിന്നെ ഈ പട്ടിണി ജാഥ ഏത് വർഷമാ? 1936 കണ്ണൂർ മുതൽ മദ്രാസ് വരെ AKG ആണ് പട്ടിണി ജാഥ നടത്തിയത് അല്ലെ. ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് എവിടെയാണ്? കൊല്ലൂരിലെ കണ്ണമൂല. തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂരിലെ കണ്ണമൂലയിലാണ് ഇദ്ദേഹം ജനിച്ചത്. ഇദ്ദേഹത്തിന്റെ സമാധി സ്ഥലം എവിടെയാണ്? പന്മനയാണ് ഇദ്ദേഹത്തിന്റെ. ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികൾ എപ്പോഴും ചോദിക്കും. പറഞ്ഞേ. പ്രാചീന മലയാളം, ആദിഭാഷ, മോക്ഷ
മോക്ഷപ്രദീപ ഖണ്ഡനം, വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം, ആദിഭാഷ, മോക്ഷപ്രദീപ ഖണ്ഡനം, വേദാധികാര നിരൂപണം. ഇതൊക്കെ ആരുടെയാണ്? ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികളാണ് അല്ലെ. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ കൃതിയുടെ പേരെന്താ? ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് അല്ലെ. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ് ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ കൃതിയുടെ പേര്. അതുപോലെ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാന കൃതി ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം, ജാതിമിതി മീമാംസ, ഇതൊക്കെ അദ്ദേഹം ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാന കൃതിയാണ്. അദ്ദേഹം അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത് 1888 അരുവിപ്പുറം ശിവപ്രതിഷ്ഠ ഏത് വർഷമാണ്? 1888. അതുപോലെ അദ്ദേഹത്തിന് എപ്പോഴും ചോദിക്കുന്നതാണ്, ഈ ആലുവയിലെ അദ്വൈത ആശ്രമം സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരു ആണല്ലോ. ഇവിടാണ് ഈ ആശയം മുന്നോട്ട് വെച്ചത്. ഏതാണ്? ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം നൽകിയത് ആലുവയിലെ അദ്വൈത ആശ്രമത്തിൽ വെച്ച് 1924. അത് എടുത്ത് ചോദിക്കും. അതായത് സർവമത സമ്മേളനം ആലുവയിലെ അദ്വൈത ആശ്രമത്തിൽ വെച്ച് നടന്ന വർഷമെന്ന്. സർവമത സമ്മേളനം ആലുവയിലെ അദ്വൈത ആശ്രമത്തിൽ നടന്നത് 1924. അരുവിപ്പുറം ശിവപ്രതിഷ്ഠ ഏത് വർഷമാണ്? 1888. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ കൃതി ഏതാണ്? ജാതി മീമാംസ. അദ്ദേഹത്തിന്റെ പ്രതിമ ആദ്യമായി വന്നത് എവിടെയാണ്? ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ കൃതി ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. അദ്ദേഹത്തിന്റെ പ്രതിമ ആദ്യമായി വന്നത് എവിടെയാണ്? തലശ്ശേരിയിലാണ്. എവിടെ ജനിച്ചത്? ചെമ്പഴന്തിയിലാണ് ജനിച്ചത്. 1856 ഓഗസ്റ്റ് 20. 1856 ഓഗസ്റ്റ് 20 ജനിക്കുന്നു. 1920 സെപ്റ്റംബർ 20, 1928 സെപ്റ്റംബർ 20 മരിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞേ. 1856 ഓഗസ്റ്റ് 20 ജനനം, 1928 സെപ്റ്റംബർ 20 മരണം. ജനനവും മരണവും അവധിയുള്ള ഒരേ ഒരു നവോത്ഥാന നായകനാരാ? ശ്രീനാരായണ ഗുരുവാണ്. ജനനവും മരണവും അവധി ദിനം പ്രഖ്യാപിച്ച ഒരേ ഒരു നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരുവാണ്. അത് ഇത്രയും ഓർത്ത് വെക്കണേ. ഇനി കാവ്യ ഉപേക്ഷിച്ച് കതറണിഞ്ഞ നവോത്ഥാന നായകനാരാ? കാവ്യ ഉപേക്ഷിച്ച് കതറണിഞ്ഞ നവോത്ഥാന നായകൻ വാഗ്ഭടാനന്ദനാണ്. കാവ്യയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി ആരാ? ചട്ടമ്പി സ്വാമിയാണ്. കാവ്യയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി ആരെന്ന് ചോദിച്ചാൽ ചട്ടമ്പി സ്വാമിയാണ്. ഈ ഇന്ത്യയിലെ മുക്കുത്തി സമരം നടത്തിയ നവോത്ഥാന നായകനാര്? മുക്കുത്തി സമരം ആറാട്ടുപുഴ വേലായുധ പണിക്കർ. മുക്കുത്തി സമരം നടത്തിയത് ആരാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. CMI സഭ ആരുടെയാ? CMI സഭ അത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. CMI സഭ ആരുടെയാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെയാണ് CMI സഭ. മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. അങ്ങനെ ആ നവോത്ഥാന നായകരെ എല്ലാം ഒരുവിധം ഒന്ന് വായിച്ചിട്ടേ കയറാവേ. അപ്പൊ ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂരിലെ കണ്ണമൂലെ. സഹോദരൻ അയ്യപ്പൻ ജനിച്ചത് ചേറായി. വാഗ്ഭടാനന്ദൻ ജനിച്ചത് എവിടെ? വാഗ്ഭടാനന്ദൻ ജനിച്ചത് നമ്മുടെ കണ്ണൂര് പാട്യം ഗ്രാമത്തിൽ. കണ്ണൂര് വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നതാണ് വാഗ്ഭടാനന്ദന്റെ ആദ്യകാല നാമം. എന്താണ്? വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നതാണ് ആദ്യകാല നാമം. പരീക്ഷയ്ക്ക് അതുപോലെ VT ഭട്ടതിരിപ്പാട് ജനിച്ചത് ചോദിച്ചിട്ടുണ്ട്. മേഴത്തൂർ ഗ്രാമം, അതായത് തൃത്താല പഞ്ചായത്ത്, അന്ന് പൊന്നാനി താലൂക്കിലെ മലപ്പുറത്തെ പൊന്നാനി താലൂക്കിലെ തൃത്താല പഞ്ചായത്തിലെ മേഴത്തൂർ ഗ്രാമം, മറന്നുപോയത്, മേഴത്തൂർ ഗ്രാമത്തിലാണ് VT ഭട്ടതിരിപ്പാട് ജനിച്ചത്. ഓർത്തു വെച്ചിരിക്കണേ. VT ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥയുടെ പേരെന്താ? കണ്ണീരും കിനാവുമാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കുഴപ്പമില്ലല്ലോ. അപ്പൊ നവോത്ഥാന നായകരുടെ സംഘടനകൾ, സ്ഥാപകർ ഒന്ന് പഠിച്ചു നോക്കുക. രണ്ടാമത്തെ ചോദ്യം നോക്കേ. ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരേന്ത്യൻ സമതലങ്ങളെ വടക്ക് നിന്ന് തെക്കോട്ട് തരംതിരിച്ചിരിക്കുന്നതിൽ ശരിയായത് ഏത്? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക. ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരേന്ത്യൻ സമതലത്തെ, കണ്ടോ, ഇതൊക്കെ ഈ വേർഡ് കേട്ടപ്പോഴേ നമുക്ക് മനസ്സിലായി. ഉത്തരേന്ത്യൻ സമതല, ഇത് ചോദിക്കുക വടക്ക് നിന്ന് തെക്കോട്ട്, ഇങ്ങനെയാണ് ചോദ്യമെങ്കിൽ നിങ്ങൾ കേൾക്കേണ്ടത് ഇതാണ് ചോദിച്ചതും. കഴിഞ്ഞ പോലീസ് പരീക്ഷയ്ക്ക് ഇങ്ങനെ തന്നെയാ ചോദിച്ചത്. വടക്ക് നിന്ന് തെക്കോട്ട് 3 തിരിച്ചിരിക്കുന്നു. ബാബർ, ടെറായി, എക്കൽ സമതലങ്ങൾ. ബാബർ, ടെറായി, എക്കൽ സമതലം. അപ്പൊ ആദ്യം കിടക്കുന്നുണ്ടോ രാജസ്ഥാൻ സമതലം, പഞ്ചാബ് ഹരിയാന സമതലം, ഗംഗാ സമതലം, ബ്രഹ്മപുത്ര സമതലം. ഇത് നമ്മുടെ പ്രാദേശിക സമതലങ്ങളുടെ പേര്. ഉത്തരേന്ത്യൻ സമതലത്തിലെ പ്രാദേശിക വിഭാഗങ്ങളുടെ പേരെന്താന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇത് പറയാം. ഏതാ? രാജസ്ഥാൻ സമതലം എന്നും, പഞ്ചാബ് ഹരിയാന സമതലം, ഗംഗാ സമതലം, ബ്രഹ്മപുത്ര. പക്ഷെ വടക്ക് നിന്ന് തെക്കോട്ട് അല്ലെ എന്ന ചോദ്യമാണെങ്കിൽ ബാബർ, ടെറായി, എക്കൽ സമതലങ്ങളാണ്. എന്താണ് ഈ ബാബർ, ടെറായി, എക്കൽ സമതലം എന്ന് പറയുന്നത്? അതായത് ഉരുളൻ കല്ലുകളും പാറക്കല്ലുകളുടെ അടിയിലൂടെ നദികൾ ഒഴുകുന്നതിനാൽ നദികൾ അപ്രത്യക്ഷമായി പോകുന്ന ആ സ്ഥലം
സ്ഥലമാണ് ബാബർ എന്ന് പറയുന്നത്. അവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ ടെറായി ഇതുപോലെയാണ്. ബാബർ മേഖലയിൽ അപ്രത്യക്ഷമാകുന്ന നദികൾ ടെറായി പ്രദേശങ്ങളിൽ വീണ്ടും രൂപപ്പെടുന്നു. അതുപോലെ എക്കൽ സമതലങ്ങളിലാണ് നമ്മളിലെ പഴയ എക്കൽ മണ്ണിനെ ബങ്കർ എന്നും പുതിയ എക്കൽ മണ്ണിനെ ഖാദർ എന്നും വിളിക്കുന്നു. അത് ചോദ്യമാണ്, ബങ്കറും ഖാദറും തെറ്റരുത്. ബങ്കർ ഖാദർ പറഞ്ഞവിടെ. പഴയ എക്കൽ നിക്ഷേപം ഏതാ? പഴയ എക്കൽ നിക്ഷേപം ബങ്കർ, പുതിയ എക്കൽ നിക്ഷേപം ഏതാണ്? ഖാദർ. ഇതിൽ കൃഷിക്ക് അനുയോജ്യമായത് ഖാദറാണ് കേട്ടോ. കൃഷിക്ക് അനുയോജ്യമായ എക്കൽ മണ്ണ് ഏതാണ്? ഖാദറാണ് കൃഷിക്ക് അനുയോജ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട എക്കൽ മണ്ണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് മാജുലി ദ്വീപാണ്. അത് ബ്രഹ്മപുത്ര നദിയിൽ ആസാമിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് ഏതാണ്? ബ്രഹ്മപുത്ര നദിയിൽ മാജുലി ദ്വീപാണ്, ആസാമിലാണ്. ഓക്കെ. ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാ? സുബൻസിരി. സുബൻസിരി. ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? സുബൻസിരി. ആസാമിന്റെ ദുഃഖം ഏതാ? ബ്രഹ്മപുത്ര. ആസാമിന്റെ ദുഃഖം ബ്രഹ്മപുത്ര, ബംഗാളിന്റെ ദുഃഖം ദാമോദർ, ബീഹാറിന്റെ ദുഃഖം ഏതാ? കോസി. ഒഡീഷയുടെ മുഖം മഹാനദി. ഒഡീഷയുടെ ദുഃഖം ഏതാണ്? മഹാനദി. അപ്പൊ ബംഗാളിന്റെ ദുഃഖം ദാമോദർ, ബീഹാറിന്റെ ദുഃഖം കോസി, ഒഡീഷയുടെ ദുഃഖം മഹാനദി, ആസാമിന്റെ ദുഃഖം ഏതാണ്? ആസാമിന്റെ ദുഃഖം ഏതെന്ന് ചോദിച്ചാൽ ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് സുബൻസിരിയാണ്. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി യമുനയാണ്. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ഏതാ? ചിനാബ്. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? ചിനാബ്. 5 നദികളുടെ നാട് എന്ന് വിളിക്കുന്ന സിന്ധുവിന്റെ 5 പോഷക നദികൾ ഏതൊക്കെയാ? ചലം, ചിനാബ്, രവി, സത്ലജ്, ബിയാസ്. ചലം, ചിനാബ്, രവി, സത്ലജ്, ബിയാസ്. ഇതൊക്കെ ആരുടെയാണ്? സിന്ധുവിന്റെ 5 പോഷക നദികളാണ്. അതുകൊണ്ടാണ് പഞ്ചാബിലൂടെ പോകുന്നതുകൊണ്ട് പഞ്ചാബിലെ 5 നദികളുടെ നാട് എന്ന് വിളിക്കുന്നത് ഇതിലൂടെ. അപ്പൊ ബാബർ, ടെറായി, എക്കൽ സമതലം ഏതാണ്? ഉത്തരേന്ത്യൻ സമതലം. കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥലം ഏതാ? ഉത്തരേന്ത്യൻ സമതലം. പക്ഷെ നിങ്ങളോട് ഞാൻ ചോദിച്ചോട്ടെ, ഏറ്റവും വലിയ ഭൂവിഭാഗം ഏതാ? ഇന്ത്യയുടെ ഏറ്റവും വലിയ ഭൂവിഭാഗം, ഏറ്റവും പഴയ ഭൂവിഭാഗം എന്നൊക്കെ ചോദിച്ചാൽ ഉത്തരേന്ത്യൻ സമതലം എഴുതുവോ? ഉത്തര പർവ്വത മേഖല എഴുതുവോ? ഉപദ്വീപീയ പീഠഭൂമി എഴുതുവോ? ഏറ്റവും വലുത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. അപ്പൊ ഈ ഭൂപ്രകൃതിയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂവിഭാഗം ഏത്? ഏറ്റവും പഴയ ഭൂവിഭാഗം ഏതെന്നൊക്കെ ചോദിച്ചാൽ ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ് പറയേണ്ടത്. അത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റിയതാണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി അല്ലേ? ആണ്. ഏറ്റവും വലിയ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി. ആകൃതി എന്താ? ത്രികോണാകൃതി. ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി ഏതാണ്? ത്രികോണാകൃതിയാണ് ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി. അവിടുത്തെ ശില ഡെക്കാൻ ട്രാപ്പ് മേഖല ഏത് ശിലയാണെന്ന് ചോദിക്കും. ബസാൾട്ട് നിറഞ്ഞ ആഗ്നേയശില. ഡെക്കാൻ ട്രാപ്പ് മേഖല ഏതാണ്? ബസാൾട്ട് നിറഞ്ഞ ആഗ്നേയശിലയാണ് ഡെക്കാൻ ട്രാപ്പ് മേഖല എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഉത്തര മഹാസമതലത്തിന്റെ വീതിയൊക്കെ ചോദിച്ചിട്ടില്ലേ? കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചായിരുന്നു. ഉത്തര മഹാസമതലത്തിന്റെ ഏകദേശ നീളം 2400 കിലോമീറ്റർ. നമ്മുടെ ഹിമാലയത്തിനും അതേ തന്നെ അല്ലെ? ഉത്തര മഹാസമതലത്തിന്റെ ഏകദേശ നീളം എത്രയാണ്? 2400 കിലോമീറ്റർ. വീതി 300 കിലോമീറ്റർ വരെ. 150 തുടങ്ങി 300 കിലോമീറ്റർ വരെ. അപ്പൊ ഉത്തര മഹാസമതലത്തിന്റെ ഏകദേശ നീളം എത്രയാണ്? 2400 കിലോമീറ്റർ. വീതി എവിടം വരെ വരാം? 300 കിലോമീറ്റർ വരെ. ഇതിന്റെ വിസ്തീർണം 3 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇന്ത്യയിലെ ഏറ്റവും ജനസാന്ദ്രതയേറിയ പ്രദേശം ഏതാ? ഉത്തര സമതലമാണ് ഏറ്റവും ജനസാന്ദ്രതയേറിയ പ്രദേശം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. ഇന്ത്യയുടെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? നീലഗിരി. ഇന്ത്യയുടെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? 1986 വന്ന നീലഗിരി. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഒഡീഷയിലെ ചിൽക്ക തടാകം. ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ഏറ്റവും വലിയ ശുദ്ധജല തടാകം ജമ്മു കാശ്മീരിലെ ഊളാർ തടാകമാണ് ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തടാകം ഏതാ? അതൊക്കെ നമ്മുടെ കേരളത്തിലെ വേമ്പനാട്ട് കായൽ. അപ്പൊ ഏറ്റവും വലിയ തടാകം ചിൽക്ക, ഏറ്റവും നീളം കൂടിയ തടാകം അല്ലെങ്കിൽ കായൽ ഏതാണ്? വേമ്പനാട്ട് കായൽ. ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? അത് ഏതെന്ന് ചോദിച്ചാൽ ഊളാർ തടാകം, ജമ്മു കാശ്മീർ. ഇനി വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഏതാ? വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും വലിയ തടാകം അത് ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് നമ്മുടെ മണിപ്പൂരിലെ ലോക്താക് തടാകമാണ്. മണിപ്പൂരിലെ ലോക്താക് തടാകം. അവിടെ അല്ലേ ഒഴുകുന്ന ദേശീയ പാർക്ക് ഉള്ളത്? മണിപ്പൂരിലെ ലോക്താക്കിലാണ് ഒഴുകുന്ന ദേശീയ പാർക്ക്. ഏതാ? കെയ്ബുൾ ലഞ്ചാവോ. ഇന്ത്യയുടെ ഒഴുകുന്ന ദേശീയ പാർക്കായ കെയ്ബുൾ ലഞ്ചാവോ എവിടെയാണ്? മണിപ്പൂരിലെ ലോക്താക് തടാകം. ഇന്ത്യയിലെ ഏറ്റവും ലവണത്വം കൂടിയ തടാകം ഏതാ? ലവണത്വം കൂടിയ സാമ്പാർ തടാകം, രാജസ്ഥാൻ. സാമ്പാർ തടാകം എവിടെയാണ്? രാജസ്ഥാൻ. പുഷ്കാർ തടാകവും സാമ്പാർ തടാകവും രാജസ്ഥാനിലാണ്. പുഷ്കാർ തടാകവും സാമ്പാർ തടാകവും എവിടെയാണ്? രാജസ്ഥാനിൽ. രാജസ്ഥാനിലെ 2
ആണവ നിലയങ്ങളല്ലേ കോട്ടയും റാവത് ഭട്ടും. കോട്ട റാവത് ഭട്ട് ആണവ നിലയങ്ങൾ എവിടെയാണ്? രാജസ്ഥാനിലെ. താരാപൂർ എവിടെ? മഹാരാഷ്ട്രയിൽ. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ നിലയം ഏതാ? താരാപൂർ. അത് താരാപൂർ ജയ്താപൂർ ആണവ നിലയങ്ങൾ മഹാരാഷ്ട്രയിൽ പറയുക. ഗുജറാത്തിലെ ആണവ നിലയമാണ് കക്രപ്പാറ. കക്രപ്പാറ ആണവ നിലയം ഗുജറാത്ത്, കൈഗ ആണവ നിലയം കർണാടക, നറോറ ആണവ നിലയം ഉത്തർപ്രദേശ്, കോട്ടയും റാവത് ഭട്ടും രാജസ്ഥാൻ, കൂടംകുളവും കൽപ്പാക്കവും നമുക്ക് തമിഴ്നാട്ടിൽ പറയാം. കൂടംകുളവും കൽപ്പാക്കവും ഏതാണ്? തമിഴ്നാട് പറയാം. ഓക്കെ, അപ്പൊ കക്രപ്പാറ ഗുജറാത്തിലാണ്, കൈഗ കർണാടകയിലാണ്, നറോറ ഉത്തർപ്രദേശിലാണ്. അത് ചിലപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വരാൻ പറ്റിയ ആണവ നിലയങ്ങൾ ചോദിക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത ഏതാ? ഇന്ത്യയിലെ ആദ്യ ദേശീയ ജലപാത NW1. ആദ്യ ദേശീയ ജലപാത ഏതാണ്? NW1. അലഹബാദ് മുതൽ ഹാൽഡിയ വരെ. അലഹബാദ് മുതൽ ഹാൽഡിയ വരെ ഏത് നദിയാണ്? ഗംഗ, ഹൂഗ്ലി, ഭഗീരഥി. NW1 ഗംഗ, ഹൂഗ്ലി, ഭഗീരഥി. NW2 സാധ്യ മുതൽ ദുബ്രി വരെ ബ്രഹ്മപുത്ര നദിയിൽ. NW2 സാധ്യ മുതൽ ദുബ്രി വരെ ബ്രഹ്മപുത്ര നദിയിൽ. NW3 കൊല്ലം മുതൽ കോഴിക്കോട് വരെ വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നൊരു അപരനാമമുണ്ട്. കൊല്ലം മുതൽ കോഴിക്കോട് വരെ വെസ്റ്റ് കോസ്റ്റ് കനാൽ. NW4 ആണ് കാക്കിനാട പുതുച്ചേരി ദേശീയ ജലപാത. അത് രണ്ട് നദികളിലായിട്ട് ഗോദാവരിയും കൃഷ്ണയും. NW4 കാക്കിനാട പുതുച്ചേരി, ഗോദാവരിയും കൃഷ്ണയും. NW5 താൽച്ചർ മുതൽ ധാമ്ര വരെ രണ്ട് നദിയില, ബ്രാഹ്മിണി നദിയും മഹാനദിയും. NW5 താൽച്ചർ മുതൽ ധാമ്ര വരെ ബ്രാഹ്മിണി നദിയും മഹാനദിയും. NW6 ലക്കിപ്പൂർ ബാംഗ്ര നദികളെ തമ്മിൽ, ലക്കിപ്പൂർ ബാംഗ്ര ബന്ധിപ്പിക്കുന്നു. നദി ഒരെണ്ണയുള്ളത് ബറാക്ക് നദി കേട്ടോ, ബറാക്ക് നദി. ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ ആസ്ഥാനം ഉത്തർപ്രദേശിലെ നോയിഡയാണ്. ഉത്തർപ്രദേശിലെ നോയിഡയാണ് അതോറിറ്റി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ പാർക്ക് ഏതാ? ഏറ്റവും വലിയ ദേശീയ പാർക്ക് ലഡാക്കിലെ ഹെമിസ് ദേശീയ പാർക്കാണ്. ഏറ്റവും വലിയ ദേശീയ പാർക്ക് ഏതാണ്? ലഡാക്കിലെ ഹെമിസ് ദേശീയ പാർക്കാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശവും ഏതാ? ലഡാക്കാണ്. ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ലഡാക്കാണ്. ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപാണ്. ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ്. ഈ ലഡാക്കിലെ ലേ പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന ഒരു നദി ചോദിച്ചിട്ടുണ്ടല്ലോ. ലഡാക്കിലെ ലേ പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദി സിന്ധു നദി. സിന്ധു നദി ഒഴുകുന്ന ഏക ഇന്ത്യൻ പ്രദേശം ഏതാണ്? ലഡാക്കിലെ ലേ പട്ടണത്തിൽ. ഈ സിന്ധു പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നത് ചില്ലാർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് കേട്ടോ. സിന്ധു പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നത് ചില്ലാർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ്. അതും പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പോ നമ്മൾ ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ വടക്ക് നിന്ന് തെക്കോട്ട് എത്രയായി തിരിച്ചിരിക്കുന്നു? ബാബർ, ടെറായി, എക്കൽ സമതലം എന്ന് തിരിച്ചിരുന്നു. അടുത്ത ഓപ്ഷൻ നോക്കേ. പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ, അത് ഹിമാലയമാണ് അല്ലെ? ഹിമാലയം, ട്രാൻസ് ഹിമാലയം ഇതൊന്നുമല്ല. നമുക്ക് അതൊന്നും പറഞ്ഞില്ലായിരുന്നില്ല. അതൊന്ന് നോക്കാം. ഹിമാലയത്തിലെ പ്രാദേശിക വിഭാഗങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു? മൂന്നായിട്ട് തിരിക്കാം. പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം. പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം. അതിനെ രണ്ട് നദികൾ വേർതിരിക്കും. ഉറപ്പ് വരാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ പറയട്ടെ. പടിഞ്ഞാറൻ ഹിമാലയം വേർതിരിക്കുന്നത് സിന്ധുവിനെയും കാളിയെയുമാണ്. അപ്പൊ സിന്ധു കാളി വേർതിരിക്കുന്നത് പടിഞ്ഞാറൻ ഹിമാലയം. മധ്യ ഹിമാലയം വേർതിരിക്കുന്നത് കാളി, ടീസ്റ്റ. മധ്യ ഹിമാലയം വേർതിരിക്കുന്നത് കാളിയും ടീസ്റ്റയുമാണ് മധ്യ ഹിമാലയം വേർതിരിക്കുന്നത്. അടുത്ത ഏതാണ്? കിഴക്കൻ ഹിമാലയം വേർതിരിക്കുന്നത് ടീസ്റ്റയും ബ്രഹ്മപുത്രയുമാണ്. കിഴക്കൻ ഹിമാലയം വേർതിരിക്കുന്നത് ടീസ്റ്റയും ബ്രഹ്മപുത്രയും. അപ്പൊ ഒന്നുകൂടെ പറഞ്ഞേടെ. പടിഞ്ഞാറൻ ഹിമാലയം വേർതിരിക്കുന്നത് എന്തിനെയാണ്? പടിഞ്ഞാറൻ ഹിമാലയം വേർതിരിക്കുന്നത് സിന്ധു കാളി, സിന്ധു കാളി. മധ്യ ഹിമാലയം കാളി, ടീസ്റ്റ. കിഴക്കൻ ഹിമാലയം ടീസ്റ്റയും ബ്രഹ്മപുത്രയുമാണ്. ടീസ്റ്റയും ബ്രഹ്മപുത്രയും. അത് എത്രയൊന്ന് പഠിച്ചു വെച്ചിരിക്കണേ. അതുപോലെ പ്രധാനപ്പെട്ട ചുരങ്ങളെല്ലാം ഒന്ന് നോക്കിയിട്ട് പോവേ. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാ? ബാരാലച്ചാല ചുരം. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ബാരാലച്ചാല ചുരം. അതുപോലെ സോജില ചുരം അല്ലേ ശ്രീനഗറിനെ കാർഗിലുമായി ബന്ധിപ്പിക്കുന്നത്? സോജില ചുരം. ഹിമാചൽ പ്രദേശിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്നത് ഷിപ്കില ചുരം. സിക്കിമിനെ ലാസയുമായി ബന്ധിപ്പിക്കുന്നത് ജലപ്പില ചുരം. അപ്പൊ ശ്രീനഗറിനെ കാർഗിലുമായി ബന്ധിപ്പിക്കുന്നത് സോജില ചുരം. ഹിമാചൽ പ്രദേശിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്നത് ഷിപ്കില ചുരം. സിക്കിമിനെ ലാസയുമായി ബന്ധിപ്പിക്കുന്നത് ജലപ്പില ചുരം. അതുപോലെ നിങ്ങൾ ഈ താൽക്കെട്ട് ചുരം, ബോർക്കെട്ട് ചുരം, ചിലപ്പോൾ അത് ചോദിക്കാം. താൽക്കെട്ട് ചുരം, ബോർക്കെട്ട് ചുരം, അതായത് നാസിക്കിനെ മുംബൈയുമായി ബന്ധിപ്പിക്കുന്നതാണ് താൽക്കെട്ട് ചുരം. നാസിക്കിനെ മുംബൈയുമായി ബന്ധിപ്പിക്കുന്ന ഏതാണ്? താൽക്കെട്ട് ചുരം. ബോർക്കെട്ട് ആകുമ്പോൾ പൂനെയെ മുംബൈയുമായി ബന്ധിപ്പിക്കുന്നത്, പൂനെ മുംബൈയുമായി ബന്ധിപ്പിക്കുന്നത് ബോർക്കെട്ട് ചുരം. അതുപോലെ നമുക്കൊരു
അടുത്തൊരു കുംബർലി കട്ട് ചുരമുണ്ട്. അതും സ്കൂൾ ടെസ്റ്റിലുണ്ട്, 9ാം ക്ലാസ് സ്കൂൾ ടെസ്റ്റിലുണ്ട്. കുംബർലി കട്ട് ചുരം അതെന്താണെന്നറിയാമോ? രത്നഗിരിയെ സറ്റാറയുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? രത്നഗിരിയെ സറ്റാറയുമായി ബന്ധിപ്പിക്കുന്ന ചുരം കുംബർലി കെട്ട് ചുരം. ലിപ്പ് ലേക്ക് ചുരം ഏതാ? ലിപ്പ് ലേക്ക് ചുരം ഉത്തരാഖണ്ഡിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്നതാണ് ലിപ്പ് ലേക്ക് ചുരം എന്ന് പറയുന്നത്. ബോണ്ടില ചുരം അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായി ബന്ധിപ്പിക്കുന്നത് ബോണ്ടില. ചുരങ്ങൾ ഒന്നും കൂടെ കവർ ചെയ്തിട്ട് പോണേ. അടുത്ത നോക്കിയ ഓപ്ഷൻ ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ. ഏതൊക്കെയാണ് ട്രാൻസ് ഹിമാലയം എന്ന് പറയുന്നത്? ട്രാൻസ് ഹിമാലയം എന്ന് പറയുന്നത് അതായത് ഹിമാലയത്തെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം അല്ലേ? ട്രാൻസ് ഹിമാലയം എന്നും ഹിമാലയം എന്നും കിഴക്കൻ കുന്നുകളും. ഈ ട്രാൻസ് ഹിമാലയം ആരൊക്കെ ചേരുന്നതാണ്? ട്രാൻസ് ഹിമാലയം 3 പേര് ചേരും: കാറക്കോറം, ലഡാക്ക്, സസ്കർ. ട്രാൻസ് ഹിമാലയം ആരൊക്കെ ചേരുന്നതാണ്? കാറക്കോറം, ലഡാക്ക്, സസ്കർ. ഹിമാലയം ആരൊക്കെ ചേരുന്നതാണ്? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. കിഴക്കൻ കുന്നുകൾ ആരൊക്കെ ചേരുന്നതാ? കാസി കാരോ ജയന്തിയ കുന്നുകൾ, പട്കായി കുന്നുകൾ, നാഗ കുന്നുകൾ, മിസോ കുന്നുകൾ. ഇതെല്ലാം ചേരുന്നതാണ് ഏതാന്ന് പറയുന്നത്? കിഴക്കൻ കുന്നുകൾ. അതിൽ കാസി കാരോ ജയന്തിയ കുന്നുകൾ ഏത് സ്റ്റേറ്റ് ആണെന്ന് പഠിച്ചു വെച്ചിരിക്കണേ. കാസി ഗാരോ ജയന്തിയ കുന്നുകൾ മേഘാലയ. മറന്നുപോരുത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന മൗസിൻഡ്രം, ചിറാപുഞ്ചി ഇതൊക്കെ കാസി കുന്നുകളിലാണ് കേട്ടോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന മൗസിൻഡ്രം, ചിറാപുഞ്ചി ഒക്കെ ഏത് കുന്നുകളിലാണ്? കാസി കുന്നുകളിൽ. അപ്പൊ കാസി ഗാരോ ജയന്തിയ ഏത് സ്റ്റേറ്റ് ആണ്? ഏത് സ്റ്റേറ്റ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് മേഘാലയ. ലുഷായി കുന്നുകൾ മിസോറാം ആണ്. ലുഷായി കുന്നുകൾ എവിടെയാണ്? മിസോറാം. ഇനി ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടി ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടി എവറസ്റ്റും ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടി ഏതെന്ന് ചോദിച്ചാൽ പൂർണ്ണമായും ഇന്ത്യക്കകത്ത് സ്ഥിതി ചെയ്യുന്നത് കാഞ്ചൻജംഗ. ഇത് രണ്ടും ഏതിലാ? ഹിമാദ്രിയില. അത് തെറ്റിപ്പോരുത്. എവറസ്റ്റും കാഞ്ചൻജംഗ, നന്ദാദേവി, നംഗപർവ്വത് ഇതൊക്കെ ഹിമാദ്രിയിലാണ്. പക്ഷേ ഇന്ത്യയുടെ ഏറ്റവും വലിയ കൊടുമുടിയായ മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിൻ ആസ്റ്റിൻ കാറക്കോറം മലനിരയിലാണ്. മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിൻ ആസ്റ്റിൻ ഏത് മലനിരയിലാണ്? കാറക്കോറ. അത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് വരും. മൗണ്ട് കേറ്റു ഏത് പർവ്വതനിര? ഏതാ? കാറക്കോറം. എവറസ്റ്റും കാഞ്ചൻജംഗയും ഏത് പർവ്വതനിര? ഹിമാദ്രി. ഓക്കെ, സെറ്റ് അല്ലേ? അത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് വരാൻ പറ്റും. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം നല്ലൊരു ചോദ്യമാണ്, സയൻസുമായി ബന്ധപ്പെട്ടത്. ഓക്കെ, അറ്റോമിക് നമ്പറുമായി നമ്മുടെ ആവർത്തന പട്ടികയുടെ വർഗീകരണം ഒന്ന് നോക്കിയടെ. ശാസ്ത്രജ്ഞന്മാരും അവരുടെ മൂലകങ്ങളും വർഗീകരിച്ചിരിക്കുന്ന ബന്ധം താഴെ കൊടുത്തിരിക്കുന്നു. ഏറ്റവും ശരിയായത് തിരഞ്ഞെടുക്കാൻ. നമുക്ക് ആദ്യമേ ഓരോ വ്യക്തികളെ ഞാനൊന്ന് പറഞ്ഞുതരാം. നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന വ്യക്തി ആദ്യമായിട്ട് ആവർത്തന പട്ടിക എന്ന് കേട്ടാൽ ആരാ ഓർമ്മ വരുന്നത്? ദിമിത്രി മെൻഡലിയേവ് അല്ലെ? ദിമിത്രി മെൻഡലിയേവ് എന്തിന്റെ അടിസ്ഥാനത്തിലാ? മൂലകങ്ങളെ അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിൽ ഏകീകരിച്ചതാര്? അപ്പൊ മൂലകങ്ങളെ അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്ന ആള് മെൻഡലിയേവ്. അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്നത് ഹെൻറി മോസ്ലി. അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ ഹെൻറി മോസ്ലി. അതുകൊണ്ട് രണ്ടുപേർക്കും ഒരു പേരുണ്ട്. ആവർത്തന പട്ടികയുടെ പിതാവ് മെൻഡലിയേവും ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ഹെൻറി മോസ്ലിയുമാണ്. അടുത്ത മൂന്നാമത്തെ വ്യക്തിയാണ് ന്യൂലാൻഡ്സ് എന്ന് പറയുന്നത്. മൂലകങ്ങളുടെ വർഗീകരണത്തിന് അഷ്ടക നിയമം കൊണ്ടുവന്നത് അല്ലെങ്കിൽ സംഗീതത്തിന്റെ സപ്തസ്വരവുമായി ബന്ധപ്പെടുത്തിയതാണ് ന്യൂലാൻഡ്സ് എന്ന് വിളിക്കുന്ന ശാസ്ത്രജ്ഞൻ. അപ്പൊ ആവർത്തന പട്ടികയിൽ അഷ്ടക നിയമം കൊണ്ടുവന്നത് ആരാണ്? ന്യൂലാൻഡ്സ്. അടുത്ത ഡൊബറൈൻ കിടക്കുന്നുണ്ടോ? ഡൊബറൈൻ എന്ന് പറയുന്നത് മൂലകങ്ങളുടെ വർഗീകരണത്തിന് ത്രികങ്ങൾ അല്ലെങ്കിൽ ട്രയാഡ് ആവിഷ്കരിച്ചതാര്? ത്രികങ്ങൾ ആവിഷ്കരിച്ചത് ഡൊബറൈൻ ആണ്. ഡൊബറൈൻ. അപ്പൊ അതൊന്ന് പഠിക്കണം. ഇനിയുണ്ട് 2-3 പേരുകൾ. ലോതർ മേയർ എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് മൂലകങ്ങളെ വർഗീകരിച്ചത് അറ്റോമിക വ്യാപ്തം, തിളനില, ദ്രവണാങ്കം എന്നിവയുടെ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്നത് ലോതർ മേയർ. അപ്പൊ അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിൽ മെൻഡലിയേവ്, അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ മോസ്ലി, അഷ്ടക നിയമം കൊണ്ടുവന്നത് ന്യൂലാൻഡ്സ്, ത്രികങ്ങൾ കൊണ്ടുവന്നത് ഡൊബറൈൻ, അറ്റോമിക വ്യാപ്തം, തിളനില, ദ്രവണാങ്കം എന്നിവയുടെ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്ന ആള് ലോതർ മേയർ എന്ന് പറയുന്നത്. ഇനി ഒരു പേരും കൂടെ പഠിച്ചേരെ. ഈ ചാൻ കോർട്ടോയിസ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനുണ്ട്. ചാൻ കോർട്ടോയിസ്. അത് മൂലകങ്ങളെ വർഗീകരിക്കാൻ ടെല്ലൂറിക് ഹെലിക്സ് എന്ന് പറയുന്ന ആശയം കൊണ്ടുവന്നത് ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. മൂലകങ്ങളെ വർഗീകരിക്കാൻ ടെല്ലൂറിക് ഹെലിക്സ് എന്ന ആശയം കൊണ്ടുവന്നത് ആരാണ്? അത് നമ്മുടെ ചാൻ കോർട്ടോയിസ് ആണ്. അപ്പൊ ഇവിടെ കിട്ടിയല്ലേ ഹെൻറി മോസ്ലി. ഏതാണ്? മോസ്ലി വരുമ്പോ നമുക്ക് അറ്റോമിക നമ്പർ വരാം, മെൻഡലിയേവ് വരുമ്പോ അറ്റോമിക മാസ് വരാം, ന്യൂലാൻഡ്സ് വരുമ്പോ അഷ്ടക നിയമം വരാം, ഡൊബറൈൻ വരുമ്പോ ത്രികങ്ങൾ വരാം. ഒന്ന് പഠിച്ചിട്ട് വരണേ. അതൊക്കെ ഓക്കെ. ആവർത്തന പട്ടികയെ കുറിച്ച് ഞാനൊന്ന് ചോദിച്ചോട്ടെ. ആവർത്തന പട്ടികയുടെ കാര്യങ്ങൾ ബേസ് ക്വസ്റ്റ്യനുകൾ ഒന്ന് ചോദിച്ചോട്ടെ.
മൊത്തം എത്ര ആവർത്തന പട്ടികയുണ്ട്? നമുക്ക് എത്ര ആവർത്തന പട്ടിക മൂലകങ്ങളുണ്ട്? 118 എണ്ണം ഉണ്ട് അല്ലെ. 118ാമത്തത് എന്താണ്? ഏറ്റവും അവസാനം കണ്ടുപിടിച്ചത് ഒകാനസൻ. 118ാമത്തത് OG എന്ന് പറയുന്ന ഒകാനസൻ ആണ് 118ാമത് കിടക്കുന്നത്. അലസവാതകത്തിലാണ് 118ാമത്. അവസാനത്തെ 4 എണ്ണത്തിന്റെ പേര് പഠിച്ചേരെ. അവസാനമായി 4 എണ്ണം കണ്ടുപിടിച്ചത് 113, 115, 117, 118. 113ാമത്തത് നിഹോണിയം, 115ാമത്തത് മോസ്കോവിയം, 117 ടെന്നിസിൻ, 118 ഒകാനസൻ. 113 ഏതാണ്? നിഹോണിയം. അത് എടുത്തൊരു ചോദ്യമുണ്ട്. എന്താ? ഒരു ഏഷ്യൻ രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന മൂലകം ഏത്? ജപ്പാന്റെ പേരിൽ അറിയപ്പെടുന്ന മൂലകമാണ് നിഹോണിയം. 113 നിഹോണിയം, 115 മോസ്കോവിയം, റഷ്യയുടെ തലസ്ഥാനം മോസ്കോ, 115 മോസ്കോവിയം, 117 ടെന്നിസിൻ, 118 ഏതെന്ന് ചോദിച്ചാൽ ഒകാനസൻ ആണ് നിങ്ങൾ പറയേണ്ടത്. അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി ആദ്യത്തെ പ്രതീകങ്ങളെല്ലാം ഒന്ന് പഠിച്ചു വെച്ചിരിക്കണേ. ആദ്യത്തെ അറ്റോമിക നമ്പറുകൾ 1 മുതൽ 20 വരെയുള്ള അറ്റോമിക നമ്പർ എല്ലാം പഠിച്ചു വെച്ചിരിക്കുക. ഹൈഡ്രജൻ 1, ഹീലിയം 2, ലിഥിയം 3, ബെർലിയം 4, ബോറോൺ 5, കാർബൺ 6, നൈട്രജൻ 7, ഓക്സിജൻ 8, ഫ്ലൂറിൻ 9, നിയോൺ 10, സോഡിയം 11, മഗ്നീഷ്യം 12, അലൂമിനിയം 13, സിലിക്കൺ 14, ഫോസ്ഫറസ് 15, 16 സൾഫർ, 17 ക്ലോറിൻ, 18 ആർഗൺ, 19 പൊട്ടാസ്യം, 20 കാൽസ്യം. 20 ഏതാണ്? കാൽസ്യം. പഠിച്ചു വെച്ചിരിക്കണേ. W എന്തിന്റെ പ്രതീകമാണ്? W നമ്മുടെ ടങ്സ്റ്റന്റെ പ്രതീകം. 74 ആണ് W. 99, 100, 101 ഓർത്തെ. 99 ഏതാ? ഐൻസ്റ്റീനിയം, 100 ഫെർമിയം, 101 മെന്റലീവിയം. 92 അല്ലേ പ്രകൃതിദത്ത മൂലകം? യുറേനിയം. പ്രകൃതിദത്തത്തിൽ അവസാനം വരുന്ന മൂലകം ഏതാണ്? 92ാമത്തത് യുറേനിയം ആണ്. ഓക്കെ. സ്വർണത്തിന്റെ അറ്റോമിക നമ്പർ 79 ആണ്. സ്വർണത്തിന്റെ അറ്റോമിക നമ്പർ എത്രയാണ്? 79. 78 പ്ലാറ്റിനം, 79 സ്വർണം, 80 ഏതാണ്? 80 മെർക്കുറിയാണ്. മെർക്കുറി. സിന്നബാർ. മെർക്കുറിയുടെ അയിര് പറഞ്ഞ് സിന്നബാർ. കലാമിൻ എന്തിന്റെ? കലാമിൻ സിങ്കിന്റെ. സിന്നബാർ മെർക്കുറിയുടേത്. ഗലീന എന്തിന്റെ? ലെഡ്. ഗലീന ലെഡ്, സിന്നബാർ മെർക്കുറി, കലാമിൻ സിങ്ക്. ഇത് മൂന്നൊന്ന് പഠിച്ചു വെച്ചിരിക്കണേ. അതുപോലെ അയിരുകളിൽ എപ്പോഴും ചോദിക്കുന്നത് ബോക്സൈറ്റും ക്രയോലൈറ്റും അലൂമിനിയത്തിന്റെയാണ്. ബോക്സൈറ്റും ക്രയോലൈറ്റും അലൂമിനിയത്തിന്റെയാണ്. പിച്ച് ബ്ലെൻഡ് യുറേനിയത്തിന്റെയാണ്. പിച്ച് ബ്ലെൻഡ് യുറേനിയം. മോണോസൈറ്റ് തോറിയത്തിന്റെയാണ്. ഇൽമനൈറ്റ് ടൈറ്റാനിയത്തിന്റെയാണ്. മോണോസൈറ്റ് തോറിയം, ഇൽമനൈറ്റ് ടൈറ്റാനിയം. ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും എന്തിന്റെയാ? ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും ഇരുമ്പിന്റെ. മാലക്കൈറ്റോ? ചെമ്പിന്റെ. ബിസ്മത്തറൈറ്റ് സ്വർണമാണ്. അർജന്റൈറ്റ് വെള്ളിയാണ്. ബിസ്മത്തറൈറ്റ് സ്വർണം, അർജന്റൈറ്റ് ഏതാണ്? വെള്ളിയുടെയാണ്. ഇതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കണേ. ഏറ്റവും പ്രധാനപ്പെട്ട അറ്റോമിക നമ്പറോ ആ കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കിയിട്ട് പോകണം. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കാം, ഈ 18 ഗ്രൂപ്പ് മൂലകങ്ങളല്ലേ ഇവിടെ നമുക്കുള്ളത്. ഈ 18 ഗ്രൂപ്പുകളല്ല അലസവാതകം അഥവാ ഉത്കൃഷ്ടവാതകങ്ങൾ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞു തന്നു അലസവാതകങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് അല്ലെങ്കിൽ ഉൾപ്പെടുന്നത് ഏത്. 18 ഗ്രൂപ്പിനെ എന്ത് വിളിക്കാടെ? 0 ഗ്രൂപ്പ് മൂലകങ്ങൾ, ഉത്കൃഷ്ടവാതകങ്ങൾ, അലസവാതകങ്ങൾ എന്നൊക്കെ വിളിക്കാം. ഏതൊക്കെയാണ്? ഹീലിയം, നിയോൺ, ക്രിപ്റ്റോൺ, സിനോൺ, ആർഗോൺ, റെഡോൺ, ഒകാനസൻ. അവസാനം പഠിച്ച ഒകാനസൻ. ഹീലിയം, നിയോൺ, ആർഗോൺ, ക്രിപ്റ്റോൺ, സിനോൺ, റെഡോൺ, ഒകാനസൻ. ഏതി വന്നടെ? 18 ഗ്രൂപ്പ് മൂലകമായ ഏതി വന്നു? ഉത്കൃഷ്ടവാതകം അഥവാ അലസവാതകത്തിൽ വന്നു. 17 ഹാലജൻ കുടുംബം എന്ന് വിളിക്കുന്നത്. ചിലപ്പോൾ താഴെ പറയുന്നതിൽ ഹാലജൻ കുടുംബം അല്ലാത്തത് ഏതെന്ന് ചോദിക്കാം. അത് എളുപ്പം ഇന്നിൽ അവസാനിക്കും. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ, ടെന്നിസിൻ. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ, ടെന്നിസിൻ. ഇത് ഏതാണ്? 17 ഗ്രൂപ്പ് മൂലകമായ ഹാലജൻ കുടുംബത്തില്. അത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റിയതാണ്. അതുപോലെ രാസമാറ്റം, ഭൗതിക മാറ്റം പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. രാസമാറ്റവും ഭൗതിക മാറ്റവും, അതായത് സ്ഥിരമായി നടക്കുന്ന മാറ്റമാണ് രാസമാറ്റം. സ്ഥിരമായി നടക്കുന്ന മാറ്റം രാസമാറ്റം. അവിടെ പുതിയ തന്മാത്രകൾ രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയാം. ഇരുമ്പ് തുരുമ്പിക്കുന്നത് രാസമാറ്റമാണ്. പാല് പുളിച്ച് തൈരാകുന്നത് രാസമാറ്റമാണ്. വിറക് കത്തി ചാരമാകുന്നത് രാസമാറ്റമാണ്. മാവ് പുളിച്ച് പൊന്തി വരുന്നത് രാസമാറ്റമാണ്. ഇരുമ്പ് തുരുമ്പിക്കുക, പാല് പൊളിച്ച് തൈരാകുക, വിറക് കത്തി ചാരമാകുക, മാവ് പൊളിച്ച് പൊങ്ങുന്നത്, ഇതൊക്കെ രാസമാറ്റത്തിന് ഉദാഹരണം. ഭൗതിക മാറ്റത്തിന് ഉദാഹരണം ഏതാണ്? താൽക്കാലിക മാറ്റമാണ്. ഭൗതിക മാറ്റം എന്ന് പറയുന്നത് ജലം തിളയ്ക്കുക അല്ലെ. ജലം തിളയ്ക്കുന്നത് ഒരു താൽക്കാലിക മാറ്റമാണ്. പഞ്ചസാര ജലത്തിൽ ലയിക്കുന്നത് താൽക്കാലിക മാറ്റമാണ്. ജലം ഐസാകുന്നത് താൽക്കാലിക മാറ്റമാണ്. ജലം ബാഷ്പമായി പോകുന്നത് താൽക്കാലിക മാറ്റമാണ്.
ഭൗതിക മാറ്റം. അപ്പൊ ഭൗതിക മാറ്റത്തിന് ജലം തിളയ്ക്കുക, ജലം ഐസാവുക, ജലം ബാഷ്പീകരിക്കുക, പഞ്ചസാര ജലത്തിൽ ലയിക്കുക, ഇതൊക്കെ ഏതാണ്? ഇതൊക്കെ നമുക്ക് ഭൗതിക മാറ്റവുമായി പറയാം. ഈ പി എച്ച് മൂല്യം കണ്ടുപിടിച്ച ആരാ? പി എച്ച് മൂല്യം കണ്ടുപിടിച്ചത് സൊറാൻസൺ. പി എച്ച് മൂല്യം കണ്ടുപിടിച്ചത് ഏതാണ്? സൊറാൻസൺ. എന്താ പി എച്ചിന്റെ പൂർണ്ണ രൂപം? പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ. പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എവിടെ മുതൽ എവിടെ വരെ ഉണ്ട്? 0 മുതൽ 14 വരെയാണ് പി എച്ച് മൂല്യം. 0 മുതൽ 14 വരെ. പി എച്ചിൽ 7ന് മുകളിലാണെങ്കിൽ ആൽക്കലിയുമാണ്, 7ൽ താഴെയാണെങ്കിൽ അത് ആസിഡ് ആണ്. 7ന് മുകളിലാണെങ്കിൽ ആൽക്കലിയാണ്, 7ൽ താഴെയാണെങ്കിൽ ഏതാണ്? ആസിഡ് ആണ്. നിർവീര്യമായ ഒരു വസ്തുവിന്റെ പി എച്ച് മൂല്യം എപ്പോഴും 7 ആണ്. ശുദ്ധജലം എത്ര എന്ന് ചോദിച്ചാൽ 7 അല്ലേ പറയുന്നത്? ശുദ്ധജലം എത്ര എന്ന് ചോദിച്ചാൽ 7 ആണ്. ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് രക്തത്തിന്റെ പി എച്ച് മൂല്യം 7.4. അപ്പൊ ശുദ്ധജലം 7 ആണെങ്കിൽ രക്തത്തിന്റെ പി എച്ച് മൂല്യം എത്രയാണ്? 7.4. കടൽ ജലം ആകുമ്പോൾ തൊട്ടടുത്ത് കിടപ്പുണ്ട്. 7.5 തൊട്ട് 7.5 തൊട്ട് 8.4 വരെ കടൽ ജലമാണ്. അതുപോലെ ഉമിനീരും പഠിച്ചിട്ട് കയറിയത്. ഉമിനീരിന്റെ പി എച്ച് മൂല്യം 6.2 മുതൽ 7.6 വരെ. 6.2 മുതൽ 7.6 വരെയാണ് ഉമിനീരിന്റെ പി എച്ച് മൂല്യം. കാപ്പി 5 ആണ്, ചായ 5.5 ആണ്, മൂത്രം 6 ആണ്, പാല് 6.5 ആണ്. കാപ്പി 5, ചായ 5.5, മൂത്രം 6, പാലെത്രാടെ 6.5. ഏറ്റവും പ്രധാനപ്പെട്ട പി എച്ച് മൂല്യം ഒന്ന് നോക്കിയിട്ട് കയറാവേ പരീക്ഷയ്ക്ക്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം, താഴെ പറയുന്ന രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധമില്ലാത്തത് ഏത്? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. മഹലനോബിസ് മാതൃക അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്, ശരിയാണ്. മനുഷ്യ വിഭവശേഷി വികസനം ആണോടെ? മനുഷ്യ വിഭവശേഷി വികസനം 4ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. രണ്ടാമത്തെ തെറ്റി. അടുത്ത ഏതാണ്? വ്യവസായ വികസനത്തിന് ശ്രദ്ധ കേന്ദ്രീകരിച്ചു, ശരിയാണ്. വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടെ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ ഇരുമ്പുരുക്ക് നിർമ്മാണശാല, ശരിയാണ്. അതെല്ലാം രണ്ടില്ല. നമുക്ക് ആ പഞ്ചവത്സര പദ്ധതിയുടെ ബേസ് ഒന്ന് പറയട്ടെ. എവിടെ നിന്നാണ് കടമെടുത്തത്? പഞ്ചവത്സര പദ്ധതി റഷ്യയിൽ നിന്നാണ് കടമെടുത്തത്. ജോസഫ് സ്റ്റാലിൻ ആണ് റഷ്യയിൽ നടപ്പിലാക്കിയത്. 1951 ഏപ്രിൽ 1 ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്, അല്ലെ? പഞ്ചവത്സര പദ്ധതികൾക്ക് രൂപരേഖ നൽകുന്നത് ആസൂത്രണ കമ്മീഷനും അന്തിമ അനുമതി നൽകുന്നത് ദേശീയ വികസന സമിതിയുമാണ്. ആസൂത്രണ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമല്ല, ഇതൊരു ഉപദേശക സമിതിയാണ്. പഞ്ചവത്സര പദ്ധതികൾക്ക് രൂപരേഖ നൽകുന്ന ആസൂത്രണ കമ്മീഷൻ വന്നത് 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ എപ്പോഴും പ്രധാനമന്ത്രിയാണ്. ആദ്യ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റുവും ആദ്യ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദയാണ്. ആസൂത്രണ കമ്മീഷൻ ഇപ്പോൾ അറിയപ്പെടുന്ന പേര് നീതി ആയോഗ് എന്നാണ്. 2015 ജനുവരി 1 നീതി ആയോഗ് വന്നത്. നീതി ആയോഗിന്റെ ആദ്യത്തെ അധ്യക്ഷൻ നരേന്ദ്രമോദിയാണ്. ആദ്യ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗരിയെയും ആദ്യ സിഇഒ സിന്ധുശ്രീ കുള്ളറുമാണ്. നീതി ആയോഗിന്റെ ആദ്യ സിഇഒ ആരാണ്? സിന്ധുശ്രീ കുള്ളർ. ഇപ്പോഴത്തെ ആരാണ്? നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ അശോക് കുമാർ ലാഹിരി. ഇപ്പോഴത്തെ സിഇഒ നിധി ചിബ്ബർ ആണ്. അപ്പൊ നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ ആരാ? അശോക് കുമാർ ലാഹിരി. ഇപ്പോഴത്തെ സിഇഒ ആരാണ്? നിധി ചിബ്ബർ ആണ്. നീതി ആയോഗ് എന്നാ വന്നത്? 2015 ജനുവരി 1 നീതി ആയോഗ് വരുന്നത്. പഞ്ചവത്സര പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൃഷിയും ജലസേചനവും എത്ര? 1ാം പഞ്ചവത്സര പദ്ധതി. ആദ്യം ഞാൻ മോഡലുകൾ പറയാതെ. 1ാം പഞ്ചവത്സര പദ്ധതിയുടെ മോഡൽ ഹരോൾഡ് ഡോമർ മോഡൽ. 2ാം പഞ്ചവത്സര പദ്ധതിയുടെ മോഡൽ മഹലനോബിസ് മോഡൽ. 4ാം പഞ്ചവത്സര പദ്ധതിയുടെ മോഡൽ ഗാഡ്ഗിൽ മോഡൽ. 5ാം പഞ്ചവത്സര പദ്ധതി DP ദർ മോഡൽ. 6ാം പദ്ധതി ഗാന്ധിയൻ മോഡൽ. 8ാം പദ്ധതി റാവു മൻമോഹൻ മോഡൽ. 10ാം പദ്ധതി കേരള മോഡൽ. 11ാം പദ്ധതി വിദ്യാഭ്യാസ മോഡൽ. ഒന്നുകൂടെ പറഞ്ഞേടെ. 1ാം പദ്ധതി ഹരോൾഡ് ഡോമർ, 2ാം പദ്ധതി മഹലനോബിസ് മോഡൽ, 4ാം പദ്ധതി ഗാഡ്ഗിൽ മോഡൽ, 5ാം പദ്ധതി DP ദർ മോഡൽ, 6ാം പദ്ധതി ഗാന്ധിയൻ മോഡൽ, 8ാം പദ്ധതി റാവു മൻമോഹൻ മോഡൽ, 10ാം പദ്ധതി കേരള മോഡൽ, 11ാം പദ്ധതി വിദ്യാഭ്യാസ മോഡൽ. എത്ര പഞ്ചവത്സര പദ്ധതിയുണ്ട്? 12ാം പഞ്ചവത്സര പദ്ധതി. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്താ? സുസ്ഥിര വികസനം. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 2012-17. കാലയളവ് എത്രയാണ്? 2012-17. സുസ്ഥിര വികസനമാണ് ലക്ഷ്യം. 11ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ് മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം. 11ാം പഞ്ചവത്സര പദ്ധതി. ഈ പഞ്ചവത്സര പദ്ധതിയാണ് ഇന്ത്യയിൽ വിദ്യാഭ്യാസ പദ്ധതി എന്നറിയപ്പെടുന്നത്. കേരള മോഡൽ വിദ്യാഭ്യാസ പദ്ധതി എന്ന് വിളിച്ചത് നമ്മുടെ മൻമോഹൻ സിംഗ് ആണ് അങ്ങനെ വിളിച്ചത്. കേരള മോഡൽ വികസന പദ്ധതി 10ാം പഞ്ചവത്സര പദ്ധതിയാണ്. അവിടെ തൊഴിലുറപ്പ് പദ്ധതി വരുന്നത്. തൊഴിലുറപ്പ് വരുന്നത് 10ാം പഞ്ചവത്സര പദ്ധതി. എന്നാ തൊഴിലുറപ്പ് പദ്ധതി വരുന്നത്? 2006 ഫെബ്രുവരി 2.
2006 ഫെബ്രുവരി 2-നാണ് തൊഴിലുറപ്പ് പദ്ധതി വരുന്നത്. അതുകൊണ്ട് ഫെബ്രുവരി 2 തൊഴിലുറപ്പ് ദിനം എന്നു വെച്ചാൽ ഫെബ്രുവരി 2. കേരളത്തിന്റെ ഇപ്പോഴത്തെ തൊഴിലുറപ്പ് വേതനം എത്ര? 369 രൂപയാ. കേരളത്തിന്റെ ഇപ്പോഴത്തെ തൊഴിലുറപ്പ് വേതനം 369 രൂപയാ. ഏറ്റവും കൂടുതലുള്ളത് ഹരിയാനയ്ക്കാണ്. 400 രൂപയാണ് തൊഴിലുറപ്പ് പദ്ധതി വേതനം എത്രയെന്ന്. 9ാം പഞ്ചവത്സര പദ്ധതിയിൽ ഒത്തിരി പ്രത്യേകതയുണ്ട്. സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികത്തിൽ വന്നു. അതുപോലെ ജനകീയ പദ്ധതി, സ്ത്രീ ശാക്തീകരണം, കുടുംബശ്രീ കൊണ്ടുവന്നു. ഗ്രാമവികസനം, വികേന്ദ്രീകൃത ആസൂത്രണം. ഗ്രാമവികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും ഒക്കെ വരുന്നത് ഏതാണ്? 9ാം പഞ്ചവത്സര പദ്ധതി. കുടുംബശ്രീ 9-ലാണ്. എന്നാ കുടുംബശ്രീ വന്നത്? 1998 മെയ് 17. 98 മെയ് 17 കുടുംബശ്രീ വന്നു. അതുകൊണ്ട് കുടുംബശ്രീ ദിനം എന്ന മെയ് 17. പക്ഷെ കുടുംബശ്രീ ആദ്യമായി ഉദ്ഘാടനം ചെയ്തത് മലപ്പുറത്താണെങ്കിലും പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയത് ആലപ്പുഴയിലാണ്. കുടുംബശ്രീ 1994 പരീക്ഷണാടിസ്ഥാനത്തിൽ ആദ്യമായി തുടങ്ങിയത് എവിടെയാണ്? ആലപ്പുഴയിലാണ് അല്ലെ. 8ാം പഞ്ചവത്സര പദ്ധതിക്ക് നല്ലൊരു പ്രത്യേകതയുണ്ട്. ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായത് 8ാം പഞ്ചവത്സര പദ്ധതിയിൽ 1995 ജനുവരി 1. ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായ വർഷം എന്നാണ് 1995 ജനുവരി 1. ലോക വ്യാപാര സംഘടന വന്ന വർഷം എന്ന് ചോദിച്ചാൽ ഇത് തന്നെ പറയണം കേട്ടോ. 1995 ജനുവരി 1. എവിടെ ആസ്ഥാനം? ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ജനീവ. ഇതിന്റെ ആദ്യകാല നാമം ഗാട്ട് കരാർ. 1948 വന്ന ഗാട്ടാണ് 95 ജനുവരി 1 എന്തായിട്ട് മാറിയത്? ലോക വ്യാപാര സംഘടന. ഇന്ത്യ അംഗമായതും 1995 ജനുവരി 1. ജനീവയാണ് ആസ്ഥാനം. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനവും ജനീവ തന്നെ. വാർത്താവിനിമയ രംഗത്തെ പുരോഗതി കൊണ്ടുവന്നത് 7ാം പഞ്ചവത്സര പദ്ധതിയിൽ നമ്മുടെ രാജീവ് ഗാന്ധിയാണ്. അദ്ദേഹത്തിന്റെ ഉപദേഷ്ടാവ് സാം പിത്രോഡ ഇവരൊക്കെ ചേർന്നാണ് വാർത്താവിനിമയ രംഗത്തെ പുരോഗതി. ദാരിദ്ര്യ നിർമ്മാർജ്ജനം 5ാം പഞ്ചവത്സര പദ്ധതിയിലാണ് കൊണ്ടുവരുന്നത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, 20 ദിന പരിപാടികൾ, ജോലിക്ക് കൂലി ഭക്ഷണം പദ്ധതി, ഗരീബി ഘടാവോ, 20 ദിന പരിപാടികൾ, ICDS പദ്ധതി, ഇതൊക്കെ വരുന്നത് 5ാം പഞ്ചവത്സര പദ്ധതിയിൽ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലാണ്. റോളിംഗ് പ്ലാൻ കൊണ്ടുവന്നത് ആരാ? അത് മൊറാർജി ദേശായിയുടെ കാലത്താണ് റോളിംഗ് പ്ലാൻ കൊണ്ടുവരുന്നത്. മൊറാർജി ദേശായിയുടെ കാലത്ത് അദ്ദേഹം ഏഷ്യൻ ഡ്രാമ എന്ന കൃതിയിലെ ഗുന്നാർ മിഡ്രാൽ എഴുതിയ ഏഷ്യൻ ഡ്രാമ എന്ന കൃതിയിലെ അതിലെ പ്രമേയമാക്കിയാണ് ഇന്ത്യയിൽ എന്താണ് അവതരിപ്പിച്ചത്? റോളിംഗ് പ്ലാൻ അവതരിപ്പിച്ചത്. ഇന്ത്യയിലെ പ്ലാൻ ഹോളിഡേ എന്ന് വിളിക്കുന്നത് 66-68 പ്ലാൻ ഹോളിഡേ എന്ന് വിളിക്കുന്നത്. പിന്നെ വാർഷിക പദ്ധതി 90-92 എന്നാ ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയത്? 1991 പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയത്. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, പുറം പണിക്കാർ പുത്തൻ സാമ്പത്തിക നയത്തിലെ ഏത് ലക്ഷ്യവുമായി ബന്ധപ്പെടുന്നു? പുറം പണിക്കാർ കരാർ ആരാ? ആഗോളവൽക്കരണത്തിലെ സവിശേഷതയാണ് പുറം പണിക്കാർ. ഇന്ത്യയൊക്കെ ഏറ്റവും കൂടുതൽ മറ്റ് രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്നില്ലയോടെ. എന്തുകൊണ്ടാണ്? നല്ല കഴിവുള്ള ആൾക്കാരെ കിട്ടുന്നത് കൊണ്ട്. പുറം പണിക്കാർ ഏത് വൽക്കരണമാണ്? ആഗോളവൽക്കരണം. നമുക്ക് ഉദാരവൽക്കരണമുണ്ട്, നവ ഉദാരവൽക്കരണമുണ്ട്. അത് ഹാളിൽ പോകുമ്പോൾ തെറ്റരുത്. ഈ സർക്കാരിന്റെ നയങ്ങളെ പൂർണ്ണമായും നിരാകരിച്ചാൽ അത് ഉദാരവൽക്കരണം. നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ ഉദാരവൽക്കരണം. സർക്കാരിന്റെ നയങ്ങളെ പൂർണ്ണമായും നിരാകരിക്കുകയാണെങ്കിൽ നവ ഉദാരവൽക്കരണം എന്ന് തന്നെ പറയണം കേട്ടോ. പൂർണ്ണമായി നിരാകരിക്കുകയാണെങ്കിൽ ഏതാണ്? നവ ഉദാരവൽക്കരണം. എന്നാ പുത്തൻ സാമ്പത്തിക നയം 1991 നരസിംഹറാവുവിന്റെ കാലഘട്ടത്തിലാണ് കൊണ്ടുവരുന്നത്. നരസിംഹറാവുവിന്റെ കാലഘട്ടത്തിൽ GST എന്നാണ് വന്നത്. GST 2016 101ാം ഭേദഗതി പ്രകാരം 2017 ജൂലൈ 1 GST വരുന്നത്. ഓർത്തു വെച്ചിരിക്കണേ. അതുപോലെ GST ഇന്ത്യയിൽ നടപ്പിലാക്കാൻ കൊണ്ടുവന്ന പ്രോജക്റ്റ് ആണ് പ്രോജക്റ്റ് സാക്ഷം പദ്ധതി. ഇന്ത്യ GSTക്ക് മാതൃകയാക്കിയത് കാനഡയിൽ നിന്നാണ്. GST കൊണ്ടുവരുന്നത് ഫ്രാൻസുകാരാണെങ്കിലും ഇന്ത്യയുടെ GST ഏതാണ്? കാനഡയിൽ നിന്നാണ്. ഈ GST പ്രത്യക്ഷ നികുതിയാണോ പരോക്ഷ നികുതിയാണോ? GST എന്ന് പറയുന്നത് പ്രത്യക്ഷ നികുതിയാണോ പരോക്ഷ നികുതി? നേരിട്ട് കൊടുക്കുന്നുണ്ടോ? ഇല്ല. ഓരോ സാധനങ്ങളിൽ നിന്നും ഇത്ര ശതമാനം മാറ്റിയില്ലേ, അപ്പൊ പരോക്ഷ നികുതിയാണ്. അപ്പൊ GST ഏത് നികുതിയാണ്? അതൊരു പരോക്ഷ നികുതിയാണ്. പ്രത്യക്ഷ നികുതിക്ക് നമുക്ക് പറയാം ഇൻകം ടാക്സ്, കെട്ടിട നികുതി, ഭൂനികുതി, വാഹന നികുതി, ഇതൊക്കെ നമുക്ക് പ്രത്യക്ഷ നികുതിയായിട്ട് പറയാം. അപ്പൊ GST ഏത് നികുതി പോയത്? പരോക്ഷ നികുതിയിലാണ് GST പോകുന്നത്. ഈ ഓഹരി വിപണികളെ നിയന്ത്രിക്കുന്ന ഇന്ത്യയിലെ സ്ഥാപനം ഏതാണ്? ഓഹരി വിപണികളെ എല്ലാം നിയന്ത്രിക്കുന്ന സ്ഥാപനം സെബി. മറന്നുപോരുത്, ചോദിക്കാൻ നിങ്ങൾക്ക് നല്ലൊരു ക്വസ്റ്റ്യൻ. 1988 വന്ന സെബിയുടെ ആസ്ഥാനം മുംബൈയാണ്. സെബിയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ. എന്ന LIC വന്നത്? ഇതൊക്കെ +2 ലെവൽ പരീക്ഷകൾക്ക് കൊള്ളാവുന്ന ക്വസ്റ്റ്യൻ ആണ്. LIC വന്നത് 1956 യോഗക്ഷേമം വഹാമൃഗം എന്തിന്റെ ആപ്തവാക്യം? LICയുടെ ആപ്തവാക്യം. മുംബൈ ആണ് ആസ്ഥാനം.
LICയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ. 1956 LIC വന്നത്. അതുപോലെ SBI വന്നത് 55 SBI വന്നത് എന്നാണ് 55. SBIയുടെ ആദ്യകാല നാമം ഇംപീരിയൽ ബാങ്ക് എന്നാണ്. 1921 വന്ന ഇംപീരിയൽ ബാങ്ക് 55 SBI മാറി. ജോൺ കെയ്ൻസ്, JM കെയ്ൻസ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ പേര് കൊടുത്തത്. ഇംപീരിയൽ ബാങ്ക് എന്ന പേര് കൊടുത്തത് JM കെയ്ൻസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇനി നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈ ലെയ്സസ് ഫെയർ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്. ലെയ്സസ് ഫെയർ സിദ്ധാന്തം ആദം സ്മിത്തിന്റെ സിദ്ധാന്തമാണ്. ലോക എക്കണോമിക്സിന്റെ പിതാവായ ആദം സ്മിത്തിന്റെ സിദ്ധാന്തം ഏതാണ്? ലെയ്സസ് ഫെയർ സിദ്ധാന്തം. അദ്ദേഹത്തിന്റെ പ്രധാന കൃതി പഠിച്ചു വെക്കുക, വെൽത്ത് ഓഫ് നേഷൻ. ഏതാണ്? വെൽത്ത് ഓഫ് നേഷൻ. ദാസ് ക്യാപിറ്റൽ ആരുടെ കൃതിയാണ്? മൂലധനം ആരുടെ കൃതിയാണ്? കാറൽ മാർക്സിന്റെ കൃതിയാണ്. മൂലധനം ആരുടെ എന്ന് ചോദിച്ചാൽ കാറൽ മാർക്സിന്റെ കൃതിയാണ്. അതുപോലെ ഈ നമുക്ക് 3 മേഖലയിൽ, പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. അതിൽ തൃതീയ മേഖലയാണ് ഏറ്റവും കൂടുതൽ ദേശീയ വരുമാനം ഇന്ത്യക്ക് കൊണ്ടുവരുന്ന മേഖല. ഏതാ? തൃതീയ മേഖലയിൽ. അതിലാണ് വ്യാപാരം, വാണിജ്യം, വാർത്താവിനിമയം, ഗതാഗതം, ഇൻഷുറൻസ്, ഇതെല്ലാം വരുന്നത് തൃതീയ മേഖലയിലാണ്. ദ്വിതീയ മേഖലയിൽ വ്യവസായം വരാം, സാധനങ്ങളുടെ ഉൽപാദനം, വൈദ്യുതിയുടെ ഉൽപാദനം, ഇതൊക്കെ നമുക്ക് ദ്വിതീയ മേഖലയിലാണ് വരുന്നത്. അപ്പൊ പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല ഒന്ന് നോക്കിക്കോണേ. ഈ അടുത്ത കാലത്ത് ചോദിച്ച ഒരു കമ്മീഷനാണ് ബ്രണ്ട് ലാൻഡ് കമ്മീഷൻ. എന്തുമായി ബന്ധപ്പെടുന്നു? ബ്രണ്ട് ലാൻഡ് കമ്മീഷൻ എന്തുമായി ബന്ധപ്പെടുന്നു വെച്ചാൽ സുസ്ഥിര വികസനം. എന്തുമായി ബന്ധപ്പെടുന്നു? സുസ്ഥിര വികസനം. ശിവരാമൻ കമ്മീഷൻ എന്താ? നബാർഡ് രൂപീകരിച്ച കമ്മീഷൻ ഏതാണ്? ശിവരാമൻ. 1982 ജൂലൈ 12 നബാർഡ് വന്നത് എന്നാണ്? 82 ജൂലൈ 12. നബാർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ. നബാർഡിന്റെ ആസ്ഥാനം മുംബൈയാണ്. ശിവരാമൻ കമ്മീഷൻ പ്രകാരമാണ് നബാർഡ് വരുന്നത്. ഈ റിസർവ് ബാങ്ക് രൂപീകരിച്ച കമ്മീഷൻ ഏതാ? ഹിൽട്ടൺ യങ് കമ്മീഷൻ. 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് വരുന്നത്. ഹിൽട്ടൺ യങ് കമ്മീഷൻ. റിസർവ് ബാങ്കിന്റെ ഇപ്പോഴത്തെ ഗവർണർ ആരാ? സഞ്ജയ് മൽഹോത്ര. 26ാമത്തെ വ്യക്തിയാണ്. 25 ശക്തികാന്ത ദാസ് ആണ്, 26 സഞ്ജയ് മൽഹോത്ര. അപ്പം റിസർവ് ബാങ്കിന്റെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്ര. നോട്ട് അച്ചടിച്ചിറക്കൽ, കേന്ദ്ര ബാങ്കുകളുടെ ബാങ്ക്, വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ, പണ സപ്ലൈയുടെ നിയന്ത്രകൻ, ഇതൊക്കെ നമ്മുടെ റിസർവ് ബാങ്കിന്റെ ധർമ്മങ്ങളിൽ പെടുന്നതാണ്. അതൊന്ന് നോക്കുകയാണ്. ഇനി 2 ഘട്ട ബാങ്ക് ദേശസാൽക്കരണമല്ലേ ഇന്ത്യയിൽ നടന്നിട്ടുള്ളൂ. ഇന്ദിരാഗാന്ധി കൊണ്ടുവന്നത് 1969-ലും 1980-ലുമാണ് 2 ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നത്. ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലാണ്. ഇനി കയറ്റുമതി ഇറക്കുമതിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഇന്ത്യയിലെ ബാങ്കാണ് എക്സിം ബാങ്ക്. കയറ്റുമതി ഇറക്കുമതിയെ പ്രോത്സാഹിപ്പിക്കുന്ന ബാങ്ക് ഏതാണ്? എക്സിം ബാങ്ക്. കൃഷിക്കും ഗ്രാമവികസനത്തിനും ഏതാ? നബാർഡാണ്. വേറൊന്നും ചോദിക്കട്ടെ, ഈ ചെറുകിട വ്യാപാരികൾക്ക് വായ്പ നൽകുന്ന ബാങ്ക് ഏതാ? ചെറുകിട വ്യവസായങ്ങൾക്ക് വായ്പ നൽകുന്ന ബാങ്ക് സിഡ്ബി. മറന്നുപോരുത്. അപ്പൊ 3 പഠിച്ചു. കയറ്റുമതി ഇറക്കുമതിയെ പ്രോത്സാഹിപ്പിക്കുന്ന ബാങ്ക് എക്സിം ബാങ്ക്, കൃഷിയെയും ഗ്രാമവികസനത്തിനെയും പ്രോത്സാഹിപ്പിക്കുന്ന ബാങ്ക് അതേതെന്ന് ചോദിച്ചാൽ നബാർഡ്. പിന്നെ ചെറുകിട വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ബാങ്ക് ഏതാണ്? സിഡ്ബി ആണ്. ചെറുകിട വ്യവസായങ്ങളെ. ആ ഭാഗം ഒന്ന് പഠിച്ചു വെച്ചിരിക്കണേ. അത് ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നീതി ആയോഗിന്റെ ഒക്കെ ചോദിക്കാം. പഞ്ചവത്സര പദ്ധതിയിലെ പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ ഒന്ന് ഓർത്തു വെച്ചിരിക്കണേ. പഞ്ചവത്സര പദ്ധതി. ഇനി ഈ കഴിഞ്ഞ എക്സൈസിന് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ബോംബെ പ്ലാൻ ഒക്കെ ചോദിച്ചു. ഇന്ത്യയിലെ 8 പ്രമുഖ വ്യവസായികളാൽ കൊണ്ടുവന്ന പദ്ധതിയാണ് ബോംബെ പ്ലാൻ. ബോംബെ പ്ലാന് സ്ഥാപകൻ അർദേഷിർ ദലാൽ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മലയാളി ജോൺ മത്തായി ആണ്. ബോംബെ പ്ലാനിന്റെ പിന്നിൽ പ്രവർത്തിച്ച മലയാളി ആരാണ്? ജോൺ മത്തായി. ബോംബെ പ്ലാൻ ആരുടെയാണ്? അർദേഷിർ ദലാൽ. ഇനി ഇങ്ങനെ പഠിച്ചേരെ, ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥ ആരുടെ? ഇതൊക്കെ പഠിച്ചു വെച്ചേക്കണേ. ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥ ആരുടെ? കുമാരപ്പ. JC കുമാരപ്പ എന്ന് പറയുന്ന ആളുടെയാ ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥ. അല്ലാതെ ഗാന്ധിയൻ പദ്ധതി ആരുടെ എന്ന് ചോദിച്ചാൽ ശ്രീമാൻ അഗർവാളിന്റെ, SN അഗർവാൾ. അപ്പൊ ഗാന്ധിയൻ പദ്ധതി SN അഗർവാൾ, ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥ JC കുമാരപ്പ, ബോംബെ പ്ലാൻ ആരുടെയാണ്? ബോംബെ പ്ലാൻ ആരുടെ എന്ന് ചോദിച്ചാൽ നമ്മുടെ അർദേഷിർ ദലാൽ. ഇനി സർവോദയ പദ്ധതി ആരുടെയാണ്? സർവോദയ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ജയപ്രകാശ് നാരായണൻ. സർവോദയ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ആരാണ്? ജയപ്രകാശ് നാരായണൻ. ജനകീയ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ആരാ? ജനകീയ ആസൂത്രണത്തിന്റെ പിതാവ് M.N. റോയി. ജനകീയ ആസൂത്രണത്തിന്റെ പിതാവ് ആരാണ്? M.N. റോയി. ഇന്ത്യയിൽ എക്കണോമിക്സിന് 2 പേർക്കല്ലേ നോബൽ സമ്മാനം കിട്ടിയിട്ടുള്ളൂ. ആർക്കൊക്കെയാണ് എക്കണോമിക്സിന് നോബൽ സമ്മാനം കിട്ടിയത്? ഒന്ന് 1998 അമർത്യാസെന് കിട്ടി. ബംഗാൾ ക്ഷാമമല്ലായിരുന്നു പ്രതിപാദ്യ വിഷയം. 1998 എക്കണോമിക്സിന് അമർത്യാസെന്. പിന്നോ 2019 അഭിജിത്ത് ബാനർജി. ഇപ്പൊ ഇന്ത്യൻ വംശജനല്ല. 2019 അഭിജിത്ത് ബാനർജിക്കും എക്കണോമിക്സിന് നോബൽ സമ്മാനം. ആഗോള ദാരിദ്ര്യം പ്രതിപാദിച്ചതിനാണ് കേട്ടോ.
നോബൽ സമ്മാനം ആദ്യ 5 വിഷയങ്ങൾക്കേ ഉള്ളായിരുന്നു. അവസാനം എക്കണോമിക്സിന് നോബൽ സമ്മാനം 1968 ഏർപ്പെടുത്തി 69 മുതൽ കൊടുത്തു തുടങ്ങി. എക്കണോമിക്സിന് നോബൽ സമ്മാനം കൊടുത്തു തുടങ്ങിയത് എന്നാണ് 1969. സ്വീഡനിലെ സ്വീഡനിലെ ഒരു ബ്രിക്സ് ബാങ്കുകാരാണ് ഈ എക്കണോമിക്സിന്റെ നോബൽ സമ്മാനം കൊടുക്കുന്നത്. ഓർത്തു വെച്ചിരിക്കണേ, അതും പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റിയതാ. ഇനി ഈ അമർത്യാസന്റെ പ്രധാന കൃതികൾ ഒന്ന് പഠിച്ചേരെ. പോവർട്ടി ആൻഡ് ഫാമിൻ, ഡെവലപ്മെന്റ് ആസ് ഫ്രീഡം, ചോയ്സ് ഓഫ് ടെക്നിക്സ്, ആർഗുമെന്റേറ്റീവ് ഇന്ത്യൻസ്, ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രശസ്ത കൃതിയാണ്. അപ്പം പോവർട്ടി ആൻഡ് ഫാമിൻ മറന്നു പോരുതേ. പോവർട്ടി ആൻഡ് ഫാമിൻ, ദാരിദ്ര്യവും ക്ഷാമവും. പോവർട്ടി ആൻഡ് ഫാമിൻ, ഡെവലപ്മെന്റ് ആസ് ഫ്രീഡം, ചോയ്സ് ഓഫ് ടെക്നിക്സ്, ആർഗുമെന്റേറ്റീവ് ഇന്ത്യൻസ്. ആരുടെ ആയിരുന്നു? അമർത്യാസന്റെ. ദാദാഭായ് നവറോജിയുടെ കൃതി ഏതാ? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ആരുടെ? ദാദാഭായ് നവറോജിയുടെ കൃതിയാണ്. അദ്ദേഹത്തിന്റെ സിദ്ധാന്തമല്ലേ ചോർച്ചാ സിദ്ധാന്തം. ഇത് അവതരിപ്പിച്ചത് ഏത് കൃതിയിലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ലാലാ ലജ്പത് റായുടെ ഇംഗ്ലണ്ട് ഡെപ്റ്റ് ടു ഇന്ത്യ എന്ന് പറയുന്ന മാസികയിലാണ് ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിക്കുന്നത്. അപ്പൊ ലാലാ ലജ്പത് റായുടെ ഇംഗ്ലണ്ട് ഡെപ്റ്റ് ടു ഇന്ത്യ എന്ന കൃതിയിലാണ് മസ്തിഷ്ക ചോർച്ചാ സിദ്ധാന്തം ദാദാഭായ് നവറോജി കൊണ്ടുവരുന്നത്. അദ്ദേഹത്തിന്റെ ഒരു മാസിക രസ്ത് ഗോഫ്താർ, വോയിസ് ഓഫ് ഇന്ത്യ, ഇതൊക്കെ ദാദാഭായ് നവറോജിയുടെ മാസിക. അദ്ദേഹം ദാരിദ്ര്യം നിർണയിച്ചത് ജയിൽ ജീവിത ചെലവിനെ ആസ്പദമാക്കിയ, ദേശീയ വരുമാനവും ദാരിദ്ര്യത്തിന്റെ ഒക്കെ കണക്കെടുത്തത് ജയിൽ ജീവിത ചെലവിനെ ആസ്പദമാക്കിയ. അതൊന്ന് പഠിച്ചു വെച്ചിരിക്കണേ. അപ്പൊ ദാദാഭായ് നവറോജി. PC മഹലനോബിസിനെ കുറിച്ച് എന്ത് പറയാം? ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവ്, ഇന്ത്യൻ ബജറ്റിന്റെ പിതാവ്, ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി. PC മഹലനോബിസ് കൊൽക്കത്തയിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു. സംഖ്യ എന്ന മാസികയാരുടെ PC മഹലനോബിസ്. ഇദ്ദേഹത്തിന്റെ ജന്മദിനമായ ജൂൺ 29 സ്റ്റാറ്റിസ്റ്റിക്സ് ദിനമായിട്ട് പറയുന്നു. PC മഹലനോബിസ് പഠിച്ചേ. ഇനി വിശ്വേശ്വരയ്യ എന്തൊക്കെ പറയാം? ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ്, ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവ് വിശ്വേശ്വരയ്യയാണ്. വിശ്വേശ്വരയ്യയുടെ കൃതിയാണ് പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യ. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായം കർണാടകയിൽ വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ്. ആധുനിക മൈസൂരിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് വിശ്വേശ്വരയ്യയാണ്. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് സെപ്റ്റംബർ 15 എഞ്ചിനീയേഴ്സ് ദിനമായിട്ട് നമ്മൾ പറയുന്നത്. സെപ്റ്റംബർ 14 ഹിന്ദി ദിനം, സെപ്റ്റംബർ 15 എഞ്ചിനീയേഴ്സ് ദിനം, സെപ്റ്റംബർ 16 ഓസോൺ ദിനം. സെപ്റ്റംബർ 16 ഏതാണ്? ഓസോൺ ദിനമാണ്. ഒക്ടോബർ 16 ആണ് ഭക്ഷ്യദിനം. ഒക്ടോബർ 16 ഏതാണ്? ഭക്ഷ്യദിനം. ഡിസംബർ 10 ഏതാ? മനുഷ്യാവകാശ ദിനം. ഡിസംബർ 10 ആണ്. എന്നാൽ തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2 ആണ്. തണ്ണീർത്തട ദിനം. ഭൗമദിനം എന്ന ഏപ്രിൽ 22 ഭൗമദിനം, ഏപ്രിൽ 23 പുസ്തക ദിനം, ഏപ്രിൽ 24 പഞ്ചായത്ത് രാജ് ദിനം, ഏപ്രിൽ 25 മലേറിയ ദിനം. ഏപ്രിൽ 25 മലേറിയ ദിനമാണ്. ജൂൺ 5 ആണ് പരിസ്ഥിതി ദിനം. ഫെബ്രുവരി 4 ഏതാ? ക്യാൻസർ ദിനം. ഫെബ്രുവരി 4 ഏതാണ്? ക്യാൻസർ ദിനമാണ് ഫെബ്രുവരി. വനദിനം മാർച്ച് 21 അല്ലേ? വനദിനം മാർച്ച് 21, ജലദിനം മാർച്ച് 22, കാലാവസ്ഥാ ദിനം മാർച്ച് 23, ക്ഷയരോഗ നിവാരണ ദിനം മാർച്ച് 24. ഒരുവിധം ഒത്തിരി ആയെന്ന് തോന്നുന്നു അല്ലേ? നിങ്ങൾക്ക് തന്നെ ബോറടിച്ചോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. അടുത്തത് സച്ചിൻ തെണ്ടുൽക്കറിനെ കുറിച്ച് അടുത്ത ക്ലാസ് ചെയ്യാം. 1 മണിക്കൂറിൽ കൂടുതലായി നിങ്ങൾക്ക് തന്നെ അത് ബോറായിരിക്കും എന്ന് എനിക്ക് തന്നെ അറിയാം. അത്രയും നേരം കണ്ടോണ്ടിരിക്കത്തില്ല. എന്നാൽ അടുത്തത് ഒരു മിന്നൽ റിവിഷനുമായിട്ട് ഓരോ സെക്ഷനാണ്. ഞാനിന്ന് ഹിസ്റ്ററി അല്ലെങ്കിൽ ജോഗ്രഫി ഏതെങ്കിലും ഒക്കെ പ്രയോജനപ്പെടട്ടെ എന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും ഫ്രീ കിട്ടുമ്പോൾ ഒന്ന് കേട്ടോണ്ടിരിക്കണേ. ഫ്രീ കിട്ടുന്ന സമയത്ത് ചുമ്മാ ചെവി കേട്ടോണ്ടിരിക്കുക. റിവിഷൻ പോലെ ആവും. ഓക്കെ, നല്ലോണം ഒന്ന് പഠിക്കുക. ഉടൻ തന്നെ അടുത്ത മിന്നൽ റിവിഷനുമായിട്ട് വരും. ഇനി തീർച്ചയായിട്ടും നമ്മുടെ വ്യാഴാഴ്ച രാത്രി പരീക്ഷയുടെ വ്യാഴാഴ്ച രാത്രി 7 മണി തൊട്ട് 10 മണി വരെ ഞാൻ മൊത്തത്തിൽ ഒരു മിന്നൽ റിവിഷൻ നിങ്ങൾക്ക് മാരത്തോൺ ആയിട്ട് ലൈവ് വരുന്നുണ്ട് എൻട്രിയിൽ. അത് വ്യാഴാഴ്ച പരീക്ഷയുടെ വ്യാഴാഴ്ച. അപ്പൊ വെള്ളിയാഴ്ച നിങ്ങൾക്ക് ഇന്ന് പഠിക്കാമല്ലോ. 7 മണി തൊട്ട് ഞാൻ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ് എല്ലാം കൂടെ സെറ്റ് ആക്കിയിട്ട് ഇമ്പോർട്ടന്റ് ഒന്നും കൂടെ ഒന്ന് പറഞ്ഞുതരാം. അതിന് മുമ്പ് ഒരു മിന്നൽ റിവിഷനും കൂടെ മാക്സിമം കൊണ്ടുവരാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ പോയിരുന്ന് പഠിക്കുക. എല്ലാവിധ ആശംസകളും. എന്നാൽ ഈ ക്വസ്റ്റ്യനും കൂടെ അങ്ങ് പറഞ്ഞിട്ട് പോവാം. 100 അന്താരാഷ്ട്ര സെഞ്ചുറികൾ നേടിച്ച ഏകതാരം. അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ 200 മത്സരങ്ങൾ പൂർത്തീകരിച്ചു. ഏകദിനത്തിൽ 10,000 റൺസ് എഴുതി. ആത്മകഥയുടെ പേര് പ്ലേയിങ് ടു വിൻ ആണോ? പ്ലേയിങ് ടു വിൻ ആരുടെ? സൈന നെഹ്വാളുടെ. പ്ലേയിങ് ഇറ്റ് മൈ വേ. പ്ലേയിങ് ഇറ്റ് മൈ വേ ആണ് സച്ചിൻ തെണ്ടുൽക്കറിന്റെ. പ്ലേയിങ് ടു വിൻ സൈന നെഹ്വാളിന്റെ ആത്മകഥയുടെ പേരല്ലേ? അപ്പൊ അത് തെറ്റാണ്. ഓക്കെ, അടുത്ത് വെച്ചിരിക്കണേ. ഓക്കെ, അപ്പോൾ നല്ലൊരു റിവിഷൻ ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. പോയിരുന്ന് പഠിക്കുക. ഒത്തിരി സന്തോഷത്തോടെ കിട്ടും. ധൈര്യമായിട്ട് മുന്നോട്ട് വരാം. ടെൻഷൻ ഒന്നും അടിക്കാതെ സ്പെഷ്യൽ ടോപ്പിക്കും ഇംഗ്ലീഷും മാത്സും മലയാളവും ഒക്കെ റിവിഷൻ നടത്തുക. അപ്പോൾ നല്ലൊരു റിവിഷനുമായിട്ട് നമുക്ക് ഉടൻ കാണാം. നന്ദി, നമസ്കാരം.